നമസ്കാരം. എൻകൗണ്ടറിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമം അഥവാ CAA-ക്കെതിരായ രാഷ്ട്രീയ നിലപാടുകളിലെ ആത്മാർത്ഥതയെ ചൊല്ലി തർക്കത്തിലാണ് കേരളത്തിൽ LDF-ഉം UDF-ഉം. മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ വോട്ടിന് വേണ്ടിയുള്ള പ്രീണന നീക്കം എന്ന BJP ആക്ഷേപത്തിനിടയിലും CAA ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന വിഷയമാണ്. CAA റദ്ദാക്കും എന്ന വാഗ്ദാനവുമായി LDF-ന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങിയപ്പോൾ പൗരത്വ നിയമമോ ഏക സിവിൽ കോഡോ പരാമർശിക്കപ്പെടാതെയാണ് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ. CAA വിരുദ്ധ നിലപാടിന്റെ പേരിൽ പരസ്പരം അവകാശവാദങ്ങൾ അവതരിപ്പിക്കുന്ന മുന്നണികളെ അളക്കാൻ പ്രകടന പത്രിക മാനദണ്ഡമാക്കണോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. CPM-ന്റെ ഡോക്ടർ V. ശിവദാസൻ, കോൺഗ്രസിന്റെ ഡോക്ടർ ജിൻഡോ ജോൺ, BJP-യുടെ ശ്രീ KP പ്രകാശ് ബാബു, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ എന്നിവർ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ഡോക്ടർ V. ശിവദാസൻ, ഈ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും CPM-ന്റെ അല്ലെങ്കിൽ ഇടതു മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയമായി പൗരത്വ ഭേദഗതി നിയമം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ വികാരത്തെ മാനിക്കാൻ, അവർക്കൊപ്പം നിൽക്കാൻ കേരളത്തിൽ ഇടതുപക്ഷമേ ഉള്ളൂ എന്ന ഒരു നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ച് കണ്ടിട്ടുള്ളത്. എന്നാൽ കേന്ദ്രത്തിലാകട്ടെ അല്ലെങ്കിൽ കേരളത്തിന് പുറത്താകട്ടെ ഇന്ത്യ എന്ന ഒരു കൂട്ടായ്മയിൽ ഭാഗമായി നിന്നുകൊണ്ട് ഇതിനെല്ലാം എതിർക്കുന്ന കക്ഷികൾ പരസ്പരം ഒപ്പം നിൽക്കുന്നുമുണ്ട്. കേരളത്തിൽ CAA വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഞങ്ങൾക്കാണ് അതിനോട് മൗലികമായി CAA വിഷയത്തിൽ പ്രതിരോധം തീർക്കാൻ, എതിർപ്പുകൾ ഉന്നയിക്കാൻ, നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് സ്ഥാപിക്കുന്നതിന് കൂടി വേണ്ടിയാണോ അത് പ്രകടന പത്രികയുടെ ഭാഗമാക്കിയിട്ടുള്ളത്? കോൺഗ്രസും പറയുന്നു ഇതേ അവകാശവാദമുണ്ട്. അത് പ്രധാന നേതാക്കൾ പറയുന്നു പാർലമെന്റിൽ ഏറ്റവും ആദ്യം CAA എതിർത്തത് ഞങ്ങളുടെ MP-മാരാണെന്ന് പറയുന്നു. പക്ഷേ മുഖ്യമന്ത്രി പോലും പറയുന്നത് ഈ വിഷയങ്ങളിലൊന്നും ശബ്ദിക്കാൻ കോൺഗ്രസ്സുകാർ എവിടെയും ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്താണ് CPM-ന്റെ CAA വിഷയത്തിലെ അവകാശവാദം? CAA വിഷയത്തിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പത്രസമ്മേളനം നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന തെളിവായി നിൽക്കുകയാണ്. CAA-യെക്കുറിച്ച് പ്രതികരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കിടന്നുറങ്ങിയിട്ട് വരാം എന്നാണ് പറഞ്ഞത്. ആ ഉറക്കം ഇപ്പോഴും ഉണർന്നിട്ടില്ല എന്നാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുക. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ രാജ്യത്തെ വ്യത്യസ്തമായ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളോടുള്ള ശരിയായ രീതിയിലുള്ള പ്രതികരണം സുപ്രധാനമാണല്ലോ. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണല്ലോ കോൺഗ്രസ്. എന്നാൽ കോൺഗ്രസിൻ്റെ പരിണാമത്തിൽ എന്തുകൊണ്ടാണ് CAA-യെക്കുറിച്ച് ശരിയായ നിലപാടെടുക്കാത്തത്? CAA ഞങ്ങൾ തള്ളിപ്പറയുന്നു, ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കുന്ന നിലപാട് CAA എന്ന് പറയുന്ന ജനവിരുദ്ധമായിട്ടുള്ള മതനിരപേക്ഷതക്കെതിരായിട്ടുള്ള സമീപനത്തിനെതിരായിട്ട് ആ BJP നയത്തിനെതിരായിരിക്കും എന്ന് എന്തുകൊണ്ടാണ് പറയാത്തത്? അവിടെ അതുമാത്രമല്ല, ഏക സിവിൽ കോഡിനെ കുറിച്ച് അവർ പ്രതികരിക്കുന്നില്ല. CAA-യുടെ കാര്യത്തിൽ വല്ലാത്തൊരു ഒളിച്ചുകളി കോൺഗ്രസ് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ വെബ്സൈറ്റിൽ ശരിയായ പ്രതികരണം നമുക്ക് കാണാൻ കഴിയില്ല. കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണത്തിൽ കാണാൻ കഴിയുന്നില്ല. കോൺഗ്രസിൻ്റെ ഓരോ സംസ്ഥാനത്തെയും നേതാക്കന്മാർ വ്യത്യസ്ത നിലയിൽ പ്രതികരിക്കുന്ന നാം കേൾക്കുന്നു. മധ്യപ്രദേശിൽ നിന്ന് ഒരു നേതാവ് പറയുകയുണ്ടായി, കോൺഗ്രസ് CAA എന്നുള്ളത് മുഖ്യ ചർച്ചാ വിഷയമായി ആക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ ഒടുവിൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ആ പ്രകടന പത്രികത്ത് CAA-യെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ഇത് കാണിക്കുന്നത് RSS-നെയും BJP-യെയും ചെറുക്കുന്നതിന്, നയപരമായി പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് കോൺഗ്രസിന് താല്പര്യമില്ല. കോൺഗ്രസ് BJP-യുടെ അതേ പാതയിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. CAA വിഷയത്തിൽ മാത്രമല്ല, ഏക സിവിൽ കോഡിനെ കുറിച്ചുള്ള കോൺഗ്രസിൻ്റെ സമീപനം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ BJP ഇന്ന് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്ന ഓരോ നയങ്ങളോടും, NEP-യെക്കുറിച്ച്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ച്, മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്ന കാരണം കോൺഗ്രസ് നേതൃത്വം ഈ കാര്യങ്ങളിൽ ഇപ്പോൾ കാശ്മീരിന്റെ സംസ്ഥാന പദവി അതവർ പറയുന്നുണ്ട്, ഈ CAA വിഷയത്തിലൊക്കെ കൃത്യമായ ഒരു നിലപാട് എടുക്കാത്തതിനുള്ള കാരണമായി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ചിലർക്കൊക്കെ സംഘപരിവാർ മനസ്സാണുള്ളതെന്നാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒരു പടി കൂടി കടന്നാണ് കോൺഗ്രസിനെതിരെ ഈ വിഷയത്തിൽ CAA വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് നിങ്ങൾ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംഘപരിവാർ മനസ്സുള്ളവർ നേതൃത്വം കൊടുക്കുന്ന കക്ഷിക്കൊപ്പം നിന്നുകൊണ്ടാണോ നിങ്ങൾ ദേശീയ തലത്തിൽ NDA-ക്കെതിരെ പൊരുതാൻ പോകുന്നത്?
കോൺഗ്രസിനകത്ത് സംഘപരിവാർ മനസ്സുള്ള ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? അതുകൊണ്ടല്ലേ ബാബരി മസ്ജിദ് തകർക്കുന്ന സമയത്ത് അതിന് പിന്തുണ കൊടുക്കാനും അതിനുശേഷം ക്ഷേത്രം പണിയുന്നു എന്ന് പറഞ്ഞ് RSS അവരുടെ ഇഷ്ടിക ശേഖരണവും മറ്റും നടത്തിയപ്പോൾ വെള്ളി ഇഷ്ടിക കൊടുക്കാൻ തയ്യാറായിട്ടുള്ള കോൺഗ്രസ് നേതാവും ഒക്കെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമുക്ക് തള്ളിക്കളയാനാവില്ല. ഈ രാജ്യത്ത് വഖഫ് നിയമം പിൻവലിക്കുന്നതിന് വേണ്ടി പ്രൈവറ്റ് ബില്ല് വന്നപ്പോൾ കോൺഗ്രസിൻ്റെ MP-മാർ നോട്ടീസ് കൊടുക്കാൻ തയ്യാറായില്ല. അതിനെതിരായിട്ട് ഹിമാചൽ പ്രദേശ് നിയമസഭയിൽ കോൺഗ്രസ് എടുത്തിട്ടുള്ള സമീപനം ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കർണാടകയിൽ BJPയുടെ ആഹ്വാനമനുസരിച്ച് കർണാടകയിൽ പാൽ വിതരണം നടത്തുകയും ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജ നടത്തുന്നതിനൊക്കെ ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരു സർക്കാർ. അപ്പോൾ ഇത് കാണിക്കുന്ന എന്താണ്? കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം RSSൻ്റെ അജണ്ടയ്ക്ക് RSSൻ്റെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്ക് ഒപ്പം സഞ്ചരിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്തവരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിനെ കുറിച്ച് ഞങ്ങളുടെ വിലയിരുത്തൽ എന്നുള്ളത്, കോൺഗ്രസ് എന്നുള്ളത് ഇന്ത്യയിലെ ജനവിരുദ്ധമായിട്ടുള്ള നിരവധിയായിട്ടുള്ള നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ള പാർട്ടിയാണ്. അത് ബാങ്ക് സ്വകാര്യവൽക്കരണത്തിന് വേണ്ടി ഇപ്പോൾ ശ്രമിക്കുന്നു. LIC സ്വകാര്യവൽക്കരണത്തിന് നേരത്തെ നേതൃത്വം കൊടുത്തിട്ടുള്ള പാർട്ടിയാണ്. സാമ്പത്തിക നയത്തിൽ BJPയിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം കോൺഗ്രസിനുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല. പക്ഷേ BJPക്കെതിരായി രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ, എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രതിരോധ മുന്നണി, ആ പ്രതിരോധ പ്രസ്ഥാനത്തിൽ പരമാവധി ആളുകളെ സംഘടിപ്പിക്കുക, കണ്ണി ചേർക്കുക എന്നുള്ളത് രാഷ്ട്രീയ ദൗത്യമായി ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളുടെ മാനിഫെസ്റ്റോ കൃത്യമായി CAA കുറിച്ച് നിലപാട് പറയുന്നു. ഞങ്ങളുടെ മാനിഫെസ്റ്റോ ഈ പറയുന്ന ഏക സിവിൽ കോഡിനെ കുറിച്ച് നിലപാട് പറയുന്നു. NEPയെ കുറിച്ച് നിലപാട് പറയുന്നു. കോൺഗ്രസിന് അതിന് സാധിക്കുന്നില്ല എന്നത് കോൺഗ്രസിൻ്റെ കഴിവുകേടും ഒപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള കോൺഗ്രസിൻ്റെ RSS വിധേയത്വം, കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വ സമീപനം ഒപ്പം എല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു സമീപനങ്ങളുടെ ഭാഗമായിട്ടാണ്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് അല്ലെങ്കിൽ UDF CAAയുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഉറച്ച നിലപാടുണ്ടെന്നും ഞങ്ങൾക്ക് ഉറച്ച ശബ്ദമുണ്ട് എന്നുമൊക്കെ നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ദേശീയ തലത്തിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തു വരുമ്പോൾ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ഒരു വരി പോലും അങ്ങനെ ഒരു പരാമർശമേ ഇല്ല. മാത്രമല്ല ഏക സിവിൽ കോഡിനെ കുറിച്ചുള്ള പരാമർശങ്ങളില്ല. ഏകപക്ഷീയമായി ഈ സർക്കാർ നടപ്പാക്കിയ നിയമങ്ങൾ റദ്ദാക്കുമെന്ന് പറഞ്ഞ് അതിൻ്റെ താഴെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന വിഷയങ്ങൾ ഡേറ്റാ സംരക്ഷണവും IPCയും CRPCയും പിന്നെ കർഷകർക്കും തൊഴിലാളികൾക്കും എതിരായിട്ടുള്ള നിയമങ്ങളുമൊക്കെയാണ്. അതെല്ലാം പിൻവലിക്കുമെന്ന് പറയുമ്പോഴും രാജ്യത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട, ഏറ്റവും അധികം മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ആശങ്ക ഉയർത്തിയ CAA പോലൊരു വിഷയത്തെ എന്തിനാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താതെ മാറ്റിവെച്ചിരിക്കുന്നത്? എന്തിനാണ് CAA വിഷയത്തിലെ നിലപാടിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിനൊരു ഒളിച്ചുകളി? എന്തുകൊണ്ടാണ് നിങ്ങൾ പരസ്യമായി പ്രസംഗത്തിൽ ഞങ്ങൾ CAAക്കെതിരാണെന്ന് പറയുകയും പ്രകടന പത്രികയിൽ നിന്ന് അത് മാറ്റിവെക്കുകയും ചെയ്യുന്നത്? ശ്രീ ഗോപി, എന്തുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന രീതിയിൽ വ്യക്തമായിട്ട് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടുള്ള 5 പ്രധാനപ്പെട്ട പില്ലേഴ്സിന്റെ 25 ഉറപ്പുകൾ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. സ്ത്രീകൾ, കർഷകർ, യുവാക്കൾ, അതുപോലെ തൊഴിലാളികൾ, ഇങ്ങനെ വരുന്ന മുഴുവൻ ആളുകളെയും സംരക്ഷിക്കുന്ന ഒരു നിലപാടുമായിട്ടാണ് കോൺഗ്രസിന്റെ ഇനി വരുന്ന സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമായിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ പറയുന്നത് CAA ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല എന്നാണ്. കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഈ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, ഇത് ഇന്ത്യൻ ഭരണഘടനയ്ക്കും നമ്മുടെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്കും വിരുദ്ധമാണ്. അതുകൊണ്ട് ഇതിനെ അംഗീകരിക്കില്ല, ഇത് നടപ്പാക്കില്ല എന്നുള്ള പ്രഖ്യാപിത നിലപാടാണ്. ഈ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഭരണഘടനയ്ക്ക് അല്ലെങ്കിൽ ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിയമങ്ങളും നടപ്പാക്കില്ല, ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും ഉന്നതമായിട്ടുള്ള മൂല്യങ്ങൾ നിലനിർത്തി പ്രൊട്ടക്ട് ചെയ്യും എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ CAAയും വരുന്നുണ്ട്. അവിടെ ഡേറ്റാ സംരക്ഷണം പറഞ്ഞിട്ടുണ്ടല്ലോ, IPC പറഞ്ഞിട്ടുണ്ട്, CRPC പറഞ്ഞിട്ടുണ്ട്, കർഷകർക്കും തൊഴിലാളികൾക്കും എതിരായിട്ടുള്ള നിയമങ്ങളെ കുറിച്ച് ഇതെല്ലാം നിങ്ങൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. CAA കുറിച്ച് മാത്രം നിങ്ങൾ നിശബ്ദരായിരിക്കുന്നു. അവിടെ കോൺഗ്രസ് നേരിടുന്ന ഒരു രാഷ്ട്രീയമായ ആരോപണം, ഇതൊരു മൃദു ഹിന്ദുത്വ നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ്. എങ്ങനെ ഉത്തരേന്ത്യയിലൊക്കെ CAA ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി പല സംസ്ഥാനങ്ങളിലും BJP ഉയർത്തുന്നുണ്ട്. അത് ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമിട്ടാണ്. അവിടെ CAAയിൽ നിങ്ങളൊരു നിലപാടെടുത്താൽ ആ ഹിന്ദു വോട്ടുകൾ നിങ്ങൾക്കെതിരായി പോകുമോ എന്ന ആശങ്ക. അവിടെ കോൺഗ്രസ് തന്ത്രപൂർവ്വം CAA കുറിച്ച് മിണ്ടാതിരിക്കുന്നു പ്രകടന പത്രികയിൽ. ഇതാണ് നിങ്ങൾ നേരിടുന്ന രാഷ്ട്രീയ ആക്ഷേപം, ആരോപണം.
ശ്രീ ഗോപി, ഒന്നാമത്തെ കാര്യം, കോൺഗ്രസ് 60 വർഷം ഈ രാജ്യം ഭരിച്ചു. ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു പൗരന് മതത്തിന്റെ പേരിൽ പൗരത്വം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പോലും കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് 60 വർഷത്തോളം രാജ്യം ഭരിക്കുമ്പോൾ ഒരു ഇന്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു പൗരന് പോലും അവന്റെ മതത്തിന്റെ പേരിൽ അവൻ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വികാരം ഉണ്ടായിട്ടില്ല. അത് രണ്ടാമത്തെ കാര്യം. ഇനി 2019 രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ ഒരു അധികാരം വന്നാൽ, സർക്കാർ വന്നാൽ CAA നടപ്പാക്കില്ല എന്ന്. 2021 ഫെബ്രുവരി 15-ാം തീയതി ആസാമിലെ കോൺഗ്രസിന്റെ റാലിയിൽ പ്രസംഗിച്ചിട്ടുണ്ട് CAA നടപ്പാക്കില്ല എന്ന്. ആസാമിൽ ഈ കഴിഞ്ഞ ന്യായ് യാത്രയുടെ ഭാഗമായിട്ടുള്ള റാലിയിലും അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. ഡോക്ടർ ജിൻഡോ, അതെല്ലാം ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, ജനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സംവിധാനത്തെയാണല്ലോ നമ്മൾ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്, ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രകടന പത്രിക എന്ന് വിളിക്കുന്നത്. അതിനകത്തൊരു വ്യക്തത വരുത്താൻ കഴിയാതെ ഞങ്ങൾ ഇതിനു മുൻപ് പ്രസംഗിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇതിനു മുൻപ്, ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് പറയാവുന്നതും, നിങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇത് നടപ്പാക്കണമെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നിങ്ങളോട് ചൂണ്ടിക്കാണിച്ച് പറയാവുന്നതുമായ ഒരു സംഭവമാണല്ലോ പ്രകടന പത്രിക, മാനിഫെസ്റ്റോ. എന്തേ അതിലൊരു വാചകം ഇല്ലാത്തതെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ അതിലേക്ക് വരുന്നത്, ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഈ രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കുന്ന, ജനമനസ്സുകളുടെ ഐക്യത്തെ തകർക്കുന്ന ഒരു നിയമവും ഞങ്ങൾ നടത്തില്ല, അതെല്ലാം റിവ്യൂ ചെയ്യും എന്ന് തന്നെയാണ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും വിരുദ്ധമായിട്ടുള്ള മുഴുവൻ നിയമങ്ങളും റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൽ CAA വരും, അതുപോലെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വേട്ടയാടലുകൾ വരും, ഇതെല്ലാം വരും. ഇതെല്ലാം കോൺഗ്രസ് റിവ്യൂ ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CAA മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ തൊഴിലില്ലായ്മ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, അഴിമതി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, സ്ത്രീ പീഡനങ്ങളും ന്യൂനപക്ഷ ആദിവാസി പീഡനങ്ങളും ഇതെല്ലാം പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ CPM-ന് വേണ്ടിയിട്ട് ഇടതുപക്ഷക്കാർ മാത്രം ഈ CAA-യുടെ പുറകെ മാത്രം പിടിക്കുന്നതിന് കാരണം? അഴിമതിയെക്കുറിച്ച് ചർച്ച ചെയ്താൽ കേരളത്തിലെ പിണറായി സർക്കാരും അതേ നാണയത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. തൊഴിലില്ലായ്മയെക്കുറിച്ച് ചർച്ച ചെയ്താൽ അങ്ങനെ തന്നെ, പെട്രോളിയം നികുതി ഭീകരതയെക്കുറിച്ച് ചർച്ച ചെയ്താൽ അങ്ങനെ തന്നെ, അല്ലെങ്കിൽ വിലക്കയറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ അങ്ങനെ തന്നെ. എല്ലാ രീതിയിലും കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്ന അതേ കാര്യങ്ങൾ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ മനസ്സുള്ള ഒരു നേതാവാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് ഇനി ഏറ്റവും അവസാനം ബംഗാളിൽ കേരള സ്റ്റോറീസ് എന്ന് പറഞ്ഞ സിനിമ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തെ, നമ്മുടെ പൊതുബോധത്തെ എല്ലാം വെല്ലുവിളിക്കുന്ന മ്ലേച്ഛമായിട്ടുള്ള അസത്യമായിട്ടുള്ള ഒരു സിനിമയാണ്. അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഇത് ബംഗാൾ സർക്കാർ നിരോധിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പോയപ്പോൾ എന്തുകൊണ്ട് ഇത് കേരള സർക്കാർ നിരോധിക്കുന്നില്ല, പിന്നെ എന്താണ് ബംഗാളിന് പ്രത്യേക താല്പര്യം എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഇപ്പോഴും കേരളത്തിലെ CPM-ന്റെ നേതാക്കന്മാർ, ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ ഇരട്ടത്താപ്പ് നയമാണ്. ഇപ്പൊ അവരുടെ പ്രകടന പത്രികയെ കുറിച്ചിട്ട് ബഹുമാനിയായ ശിവദാസൻ ഇവിടെ സൂചിപ്പിച്ചു. അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് UAPA നിയമം അവർ മാറ്റും എന്ന്. UAPA നിയമം അനുസരിച്ചിട്ട് കേരളത്തിൽ 5 വർഷത്തിനിടയിൽ 145 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. SFIയുടെ പ്രവർത്തകരായിട്ടുള്ള അലനും താഹയും അടക്കമുള്ള ആളുകൾക്കെതിരെ പന്തീരാങ്കാവിൽ എടുത്ത കേസ് എന്താ? അതിനെക്കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്താ? ചായ കുടിക്കാൻ പോയതിനല്ല അറസ്റ്റ് ചെയ്തെന്ന. ഷൈനയ്ക്കെതിരെ UAPA കേസ് എടുത്തതിനെ ഹൈക്കോടതി UAPA ആക്ട് അതിൽ റദ്ദ് ചെയ്തപ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി പോയത് കേരളത്തിലെ പിണറായി സർക്കാരാ. ഇനി റിയാസ് മൗലയുടെ കേസിനകത്ത് എന്തുകൊണ്ടാണ് UAPA ചാർജ് ചെയ്യാത്തത് എന്ന് പറഞ്ഞപ്പോൾ അത് പിണറായി സർക്കാരിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണെന്ന് നമ്മൾ കേരളം ചർച്ച ചെയ്തില്ലേ? ഇവിടെ ഓരോ കാര്യത്തിലും കേരളത്തിൽ ആദ്യമായിട്ട് UAPA പ്രകാരം കേസെടുക്കുന്നത് 2007 VS അച്യുതാനന്ദന്റെ സർക്കാരിന്റെ കാലത്ത് കോടിയേരി ബാലകൃഷ്ണനാണ്. അതിനു മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കന്മാരെ അവർ ലേഖനങ്ങളൊക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. അല്ല ഞാൻ ഗോപി, ഞാൻ അതിലേക്ക് വരുന്നത്. ഇപ്പോ ഓരോ കാര്യത്തിലും CPM-ന് കേരളത്തിൽ പ്രത്യേക താല്പര്യമുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. CAA വിഷയവും മാത്രം ചർച്ച ചെയ്യണം ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ CAA വിഷയം മാത്രമല്ല ചർച്ച ചെയ്യാൻ താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിൽ CAA വിഷയം മാത്രം ചർച്ച ചെയ്യണമെന്ന് LDF ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ വാദത്തിന് വേണ്ടി ഞാനത് സമ്മതിക്കുന്നു. അതിൽ അവർക്ക് താല്പര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ ആരോപിക്കുകയാണെങ്കിൽ ശരി, അതും ഒരു വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു. പക്ഷെ അതൊന്നും CAA വിഷയത്തിൽ സ്വന്തം പാർട്ടിയുടെ നിലപാട് പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നതിനൊരു തടസ്സമല്ലല്ലോ ഡോക്ടർ ജിൻഡോ. അല്ല, ഞാൻ അതാ പറഞ്ഞ, ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിൽ CAA മാത്രമല്ല, UAPA മാത്രമല്ല, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിയിൽപ്പെടുന്ന ആളുകളെ വേട്ടയാടുന്ന ഉൾപ്പെടെയുള്ള മുഴുവൻ കുറിച്ചുള്ള പരാമർശമില്ല, യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചുള്ള പരാമർശമില്ല. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയുന്ന പ്രകടന പത്രികയിൽ ആ വരികളും ആ വാക്കുകളും ഒക്കെ വരുമായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അതെന്തുകൊണ്ട് വന്നില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ പറഞ്ഞു ഇതിനകത്ത് ഇതെല്ലാം ഉൾപ്പെടുമെന്ന്. ഇപ്പോൾ CAA എന്ന് ഒരു വരി അടിക്കാൻ ചിലവുന്ന മഷിയല്ലേ ഉള്ളൂ, അതിനപ്പുറത്ത് അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കോൺഗ്രസിന്.
അല്ല ഗോപി, അങ്ങനെയല്ല അതിനെ കാണണ്ടേ. കോൺഗ്രസ് ഇന്ത്യയിൽ മുഴുവൻ സംസ്ഥാനങ്ങളിലും മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന 543 സീറ്റിലും മത്സരിക്കുന്ന മുഴുവൻ ആളുകളും ജയിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കക്ഷിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രാദേശികമായിട്ടുള്ള ജനവികാരത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു തീരുമാനം നടപ്പാക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, CAA വിഷയത്തിൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടുണ്ട്. കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവിന്റെ പ്രഖ്യാപിത നിലപാടുണ്ട്. ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് പുറത്തും ഞങ്ങൾ നിരന്തരം CAA വിഷയത്തിൽ നരേന്ദ്രമോദി സർക്കാരുമായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് നിലയുറപ്പിച്ചിട്ടുള്ളതല്ലേ. അപ്പൊ ഞങ്ങളുടെ ആത്മാർത്ഥതയെ നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ 60 വർഷക്കാലം ഈ രാജ്യം ഭരിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു നിലപാട് എടുത്തിട്ടുണ്ടോ? അതിനുശേഷം എടുത്തിട്ടുണ്ടോ? ഞങ്ങൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന കാലത്തും എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യുന്ന ആളുകളുടെ ആത്മാർത്ഥതയെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അവരുടെ സത്യസന്ധത നമ്മൾ പരിശോധിക്കണ്ടേ? അവർ CAA വിഷയത്തിൽ സമരം ചെയ്ത ആളുകൾക്കെതിരെ എടുത്ത കേസുകൾ, അതിൽ 573 കേസുകൾക്ക് കുറ്റപത്രം കൊടുത്ത സർക്കാരിന്റെ പ്രതിനിധിയാണ് കോൺഗ്രസിന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യുന്നത്. ഞങ്ങൾക്ക് CAA വിഷയത്തിൽ ഒറ്റ നിലപാടേ ഉള്ളൂ, അത് ഈ രാജ്യത്ത് നടപ്പാക്കാൻ പറ്റില്ല. നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന CAA ഈ രാജ്യത്ത് കോൺഗ്രസ് നടപ്പാക്കാൻ സമ്മതിക്കില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാട്. ഞങ്ങളെ വിമർശിക്കുന്ന CAA കൊണ്ടുവന്നപ്പോൾ BJP നേരിട്ട ഏറ്റവും വലിയ ആക്ഷേപം ഈ രാജ്യത്ത് പുതിയൊരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ BJP ശ്രമിക്കുന്നു എന്നാണ്. ഇപ്പോൾ അമിത്ഷാ കുറച്ച് നാളുകൾക്ക് മുൻപ് ANIക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും ഒക്കെ CAAയുടെ പേരിൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നതായിരുന്നു. ഇന്നിപ്പോൾ ബംഗാളിലും അതുപോലെ തന്നെ അസമിലുമൊക്കെ CAA വളരെ സെൻസിറ്റീവായ ഒരു വിഷയമായി നിൽക്കുന്ന ഇടങ്ങളിലൊക്കെ BJP ബംഗാളിലൊക്കെ CAA ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി കൊണ്ടുവരുന്നുണ്ട്. അവിടെ BJPയുടെ ലക്ഷ്യമായി ആരോപിക്കപ്പെടുന്നത് ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമാണ്. അത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇതൊരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി BJP ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നാണ്. അപ്പോൾ അവിടെ ഭൂരിപക്ഷ വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഒരു സമീപനം എടുക്കുകയും ഇവിടെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ ചൊല്ലി CAAയുടെ കാര്യത്തിൽ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അത് പ്രീണനമായി നിങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? ആ ഇരട്ടത്താപ്പ് എന്തിനാണ് ശ്രീ KP പ്രകാശ് ബാബു? നോക്കൂ ഗോപികൃഷ്ണ, ഒരു ജനാധിപത്യ സംവിധാനത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കേണ്ട സാഹചര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2019 തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ CAAയുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, ഈ 3 രാജ്യങ്ങളിൽ നിന്ന് അവിടെ മതപരമായ പീഡനം അനുഭവിച്ചു വന്ന അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നിയമത്തിൽ ചില ഭേദഗതികൾ അത് സുതാര്യമാക്കുമെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞവരാണ് 5 കൊല്ലം മുമ്പ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു പ്രീണനത്തിന്റെ ആവശ്യമില്ല, കൃത്യതയുണ്ട് നിലപാടിന്. അതേപോലത്തെ നിലപാടിൻ ഈ രാജ്യത്ത് കോൺഗ്രസിനുണ്ടായിരുന്നു, ഈ രാജ്യത്ത് CPIMനുണ്ടായിരുന്നു. എല്ലാവർക്കും ഗോപികൃഷ്ണ ഇക്കാര്യത്തിൽ ഒരു പരസ്യമായ ഒരു നിലപാടുണ്ടായിരുന്നു. അങ്ങനെ ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ വളരെ സമർത്ഥമായി കേരളത്തിലെ, വളരെ സജീവമായി കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം സഹോദരന്മാരെ ഭയപ്പെടുത്തി നിർത്താനുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമം ഇവിടെ നടന്നു. അതാണ് ഞങ്ങളെടുത്ത നിലപാട്. ആ നിലപാടിന്റെ ഇടയ്ക്ക് കോൺഗ്രസിന്റെ പല നേതാക്കളും പറഞ്ഞു, ഞങ്ങൾ ഇതിന് അറബിക്കടലിൽ വലിച്ചെറിയും. ഇപ്പൊ ഒരാഴ്ച മുന്നേ കേരളത്തിലെ ഒരു പ്രബലമായ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ CAA ഈ രാജ്യത്ത് നിന്ന് എടുത്തു മാറ്റും, അത് ഞങ്ങളുടെ അധികാരത്തിൽ വന്നാൽ. അപ്പൊ അങ്ങനെ ഒരു പാർട്ടി ഒരു നിലപാട് പറയുന്നു. ഞാൻ ചോദിച്ചത്, ഈ രാജ്യവ്യാപകമായി ഇതിനെതിരെ ചില പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ അന്നും ഞങ്ങൾ സൂചിപ്പിച്ചത് അന്ന് അധികാരത്തിൽ രാജസ്ഥാനിൽ കോൺഗ്രസ് ആയിരുന്നു, അന്ന് അതേപോലെ തന്നെ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ആയിരുന്നു, അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഇവിടെ ഒന്നും തന്നെ കേരളത്തിൽ ഒരു പ്രമേയം പാസാക്കിയപ്പോൾ കോൺഗ്രസിന്റെ ഇതിലെ ആത്മാർത്ഥത ഞങ്ങൾ ചോദ്യം ചെയ്തു. നിങ്ങൾക്കിത് മറ്റു സംസ്ഥാനങ്ങളിൽ സാധ്യമല്ല, നിങ്ങൾ കേരളത്തിലെ മുസ്ലിം സഹോദരന്മാരെ ഭയപ്പെടുത്തുകയാണ്. നിങ്ങളുടെ നിലപാട് യാഥാർത്ഥ്യമാണെങ്കിൽ നിങ്ങളുടെ മുൻകാല നിലപാട്, ആ നിലപാടിൽ നിങ്ങൾ കേരളത്തിൽ മാത്രം വെള്ളം ചേർക്കുന്നു. ആ വെള്ളം ചേർക്കുന്നത് കേരളത്തിലെ പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ മുൾമുനയിൽ നിർത്താനാണ്. ഞങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു, ഈ രാജ്യത്തെ 18 കോടി മുസ്ലിം സഹോദരന്മാരിൽ ഒരാളെ പോലും ബാധിക്കുന്നതല്ല. ഈ രാജ്യത്തെ 135 കോടി ജനങ്ങളുമായി ബന്ധപ്പെട്ടതല്ല പൗരത്വ നിയമ ഭേദഗതി. ഒരാളുടെയും പൗരത്വം എടുത്തു കളയാനുള്ളതല്ല. കോടതിയിൽ പോയല്ലോ, രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ പീഠത്തിന്റെ മുന്നിൽ പോയി.
ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യത്തിൽ വളരെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു മൗലിക അവകാശത്തിന്റെ ലംഘനമുണ്ടെങ്കിൽ, ആർട്ടിക്കിൾ 14 ലംഘനമുണ്ടെങ്കിൽ, എല്ലാവരും പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 15ഉം 21ഉം വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു താൽക്കാലിക സ്റ്റേ എങ്കിലും സുപ്രീം കോടതിയിൽ നിന്ന് ലഭിക്കുമായിരുന്നു. അതിനുപോലും വകയില്ലാതെ ഈ 2-3 രാഷ്ട്രീയ പാർട്ടികൾ, സംസ്ഥാന ഗവൺമെന്റ് എല്ലാം പോയിട്ടും സുപ്രീം കോടതി സ്റ്റേ ചെയ്തില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇത് ഇന്ത്യ രാജ്യത്തിന്റെ ഒരു ബാധ്യതയായിരുന്നു. വിഭജന കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ധാരണ പ്രകാരം 2 രാജ്യങ്ങളിലും അവിടെയുള്ള മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം 2 രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഭാഗമായ ഒരു പിന്തുടർച്ച എന്നുള്ള നിലയിൽ ഈ നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള 3 രാജ്യങ്ങളിൽ നിന്ന് മതപീഡനം അനുഭവിക്കുന്ന 6ഓളം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് പൗരത്വം കൊടുക്കുമ്പോൾ എന്തിനാണ് ഈ കേരളത്തിലെ പ്രകാശ് ബാബു ഇതിനിടയിലൂടെ സി എക്ക് എന്താണ് ഒരു പ്രശ്നം എന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ആ ഭാഗം, കാരണം സി എ കുറിച്ചുള്ള ഒരു ചർച്ചയല്ല ഇത്, അതായത് ആ നിയമം എങ്ങനെ അതിന്റെ നിലനിൽപ്പ് സംബന്ധിച്ച ചർച്ചയല്ല. താങ്കൾ പറഞ്ഞത് കൊണ്ട് മാത്രം ഇന്ത്യയിൽ മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകാനുള്ള നീക്കത്തെയാണ് സി എക്കെതിരായിട്ടുള്ള പ്രതിപക്ഷ ശബ്ദത്തിലൂടെ ചോദ്യം ചെയ്യപ്പെട്ടതെന്ന് താങ്കൾക്കറിയാമല്ലോ. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയമെന്ന് താങ്കൾക്കറിയാമല്ലോ. ഏതാണ്ട് 140-ലധികം ഹർജികൾ ഈ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. മാത്രമല്ല ഈ നിയമം വിവേചനപരമാണ് എന്ന് ഐക്യരാഷ്ട്രസഭ പറയുന്നു, എന്ന് അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വ്യാപകമായ വിമർശനം നേരിട്ടിട്ടുണ്ട് എന്ന പശ്ചാത്തലത്തെ മാറ്റിവെച്ചുകൊണ്ട് സംസാരിക്കരുതെന്നാണ്. പക്ഷേ സി എ നിയമം എന്താണ്, അതെങ്ങനെ നടപ്പാക്കാൻ പോകുന്നത് എന്നതിലല്ല നമ്മുടെ ചർച്ച, അതിലെ നിലപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിലാണ്. താങ്കൾക്ക് തുടരാം. അതല്ല, ഈ അമേരിക്കയും ജർമ്മനിയും ഒക്കെ നിലപാട് പറയുന്നതൊക്കെ അവിടെ പോട്ടെ ഗോപികൃഷ്ണ, അവരവരുടെ പണിയെടുക്കട്ടെ. ഇന്ത്യ രാജ്യത്തിന്റെ പണിയെടുക്കും, കേരള ഗവൺമെന്റിന്റെ പണിയെടുക്കും. പക്ഷെ ഞാൻ സൂചിപ്പിച്ചത് ഈ 3 രാജ്യങ്ങളിൽ നിന്ന് വർഷങ്ങളായി അഭയാർത്ഥികളായി നിലനിൽക്കുന്നവർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്നതിൽ ഒരു നിയമപരമായിട്ടുള്ള ഒരു ലഘൂകരിക്കൽ, അതിന്റെ ഒരു നൂലാമാലകളിൽ ഒരു ലഘൂകരണമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒരു രാജ്യത്തുള്ള ആർക്കും ഇവിടെ ഇന്ത്യ രാജ്യത്ത് പൗരത്വം കൊടുക്കില്ല എന്നൊന്നും പറയുന്നില്ലേ. നമുക്ക് സിറ്റിസൺഷിപ്പ് ആക്ട് ഉണ്ട് 1955 അത് പ്രകാരം ആർക്കും ഇവിടെ ഇന്ത്യ രാജ്യത്ത് നിയമപരമായിട്ട് ഒരു വിവേചനവുമില്ലാത്ത പൗരത്വമൊക്കെ കിട്ടും. പക്ഷെ എന്റെ ചോദ്യം, ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി എന്റെ പ്രിയ സുഹൃത്ത് ശിവദാസനും അതേപോലെ തന്നെ ജിൻഡോയും, നിങ്ങളുടെയൊക്കെ കാലാകാലമായിട്ടുള്ള നിലപാട് ഇതായിരുന്നോ? CPIM-ന്റെ നിലപാട്, മുൻകാല നിലപാട് ഇതായിരുന്നോ? കൊടുക്കണ്ടെന്നായിരുന്നോ? ഈ 3 രാജ്യങ്ങളിൽ ഇത്ര വലിയ പീഡനം അനുഭവിച്ച അതിർത്തിയിൽ വർഷങ്ങളായി കഴിയുന്നവർക്ക് ഒരു 6 കൊല്ലത്തെ ഒരു ഇളവ് കൊടുക്കുന്നത് കൊണ്ട് എന്താ നിങ്ങളുടെ പാർട്ടിയുടെ മുൻകാല നിലപാട്? നിങ്ങൾ അന്നും ഇങ്ങനെ തന്നെ പറഞ്ഞിരുന്നോ? അതുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ഗോപികൃഷ്ണ, ഏതെങ്കിലും വിധത്തിലുള്ള മൗലിക അവകാശ ലംഘനമുണ്ടെങ്കിൽ, ഭരണഘടനാ തത്വങ്ങളെ ലംഘനമുണ്ടെങ്കിൽ ആർക്കും കോടതിയിൽ പോകാം. ഇന്ത്യ രാജ്യത്ത് ഒരുപാട് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഏതെങ്കിലും ഒരു ഭരണഘടനാപരമായ ലംഘനമുള്ളതിന്റെ പേരിലൊക്കെ തന്നെ റദ്ദു ചെയ്ത ചരിത്രമൊക്കെ ഉണ്ടല്ലോ. നിയമപരമായിട്ട് പോകട്ടെ. പക്ഷെ ഇന്ന് ഞങ്ങൾ പറയുന്നത് ഈ കേരളത്തിൽ വളരെ പരസ്യമായി ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങളിൽ നിന്നെല്ലാം മാറി വ്യതിചലിച്ചു പോയി. അങ്ങ് ഇസ്രായേലും ഗാസയും അതേപോലെ തന്നെ CAA, റിയാസ് മൗലവി, SDPI എന്ന് വേണ്ട യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമമാണ് കേരളത്തിൽ കാണുന്നത്. CPIM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഇനിയും ഇലക്ഷൻ വരെ ഇത് വലിയ ശക്തമായിട്ട് പോകാം. കാരണം എന്താ, അവർ കേരളത്തിൽ മാത്രമേ ഒരു ശക്തമായ മത്സരമുള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സത്യം മറ്റുള്ള സംസ്ഥാനങ്ങൾക്കറിയാം. അവിടെ അവർക്ക് ഇത് ഉന്നയിച്ച് ജനങ്ങളുടെ അടുത്ത് പോകാൻ പറ്റില്ല. ആ യാഥാർത്ഥ്യം, ആ സത്യം മറച്ചു വെച്ചാണ് കേരളത്തിലെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരുടെ ഇടയിൽ നിങ്ങളുടെ പൗരത്വം പോകുന്നു, നിങ്ങളെ ഇതാ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുന്നു, ഇങ്ങനെ അവരുടെ ഇടയിൽ ഭീതി ജനിപ്പിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം, ഇത് ജനാധിപത്യ സംസ്കാരത്തിന് യോജിച്ചതല്ല. ഈ തിരിച്ചറിവ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് നല്ല രീതിയിൽ ഉണ്ട് എന്നുള്ളത് ഒരു തുറന്നു കാണിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസിന് എടുത്തിട്ടുള്ളത്. കോൺഗ്രസിനെ തിരിച്ചറിയാനുള്ള ഇവരുടെ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയത്തെ കൃത്യമായും തിരിച്ചറിയാനുള്ള ഒരു അവസരമായിട്ടാണ് ഇപ്പോ അവർക്ക് ലഭിച്ചിരിക്കുന്നത്. പറയുന്ന കാര്യം അവരുടെ പ്രകടന പത്രികയിൽ എടുത്ത് പറയണമായിരുന്നു. CAക്കെതിരായിട്ടുള്ള നിലപാടിന്റെ കരുത്ത് ഒരു മാനദണ്ഡമായി മാറും എന്ന് താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം, അങ്ങനെയാണെങ്കിൽ അതിലാർക്കാണ് കൂടുതൽ ആത്മാർത്ഥത എന്നത് പരിഗണിക്കപ്പെടുമോ?
മൂന്നാമതായി അതാണ് പരിഗണനാ വിഷയമെങ്കിൽ, പരിഗണിക്കപ്പെടുകയെങ്കിൽ അതിൽ ഈ പ്രകടന പത്രികയിലെ നിലപാട് പ്രഖ്യാപിക്കൽ മാനദണ്ഡമാകുമോ? ഒന്നാമത്തെ കാര്യം, ഗോപീകൃഷ്ണ, തീർച്ചയായും ശിവദാസ് നേരത്തെ ഉന്നയിച്ച ഒരു കാര്യം വളരെ ഗൗരവതരമാണ്. കോൺഗ്രസ് ഇന്ത്യയിൽ മോഡി സർക്കാരിനെ പുറത്തിറക്കണമെങ്കിൽ അതിലേറ്റവും നിർണായകമായ പങ്ക് വഹിക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ മുന്നണി അധികാരത്തിലെത്തിയാൽ എന്തു ചെയ്യും എന്ന് ജനങ്ങൾ വളരെ 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 കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് വരേണ്ടതായിരുന്നു എന്ന വ്യക്തിപരമായ അഭിപ്രായമുള്ള ആളാണ് കേരളത്തിൽ നിന്നുകൊണ്ട് ഞാൻ. പക്ഷേ കേരളത്തിന് പുറത്തു നിന്നുകൊണ്ട് ഇതിനെ എങ്ങനെ കാണണം, ഇതിന് എന്ത് അടവ് നയം സ്വീകരിക്കണം എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പം അടവ് നയം ഏറ്റവും നന്നായി സ്വീകരിക്കുന്ന പാർട്ടി CPM ആണല്ലോ. അടവ് നയം എന്ന വാക്ക് തന്നെ കൊണ്ടുവന്നത് അവരാണ്. ഇപ്പോൾ കേരളത്തിൽ നോക്കൂ, നേരത്തെ നിങ്ങളുടെ ഒരു റിപ്പോർട്ടർ, ഞാൻ ഇതിന് തൊട്ട് മുമ്പുള്ള റിപ്പോർട്ട് കാണുകയായിരുന്നു. പോണ്ടിച്ചേരി മണ്ഡലത്തിൽ ഒരു പാർട്ടിക്ക് 2 സ്ഥാനാർത്ഥി ഉണ്ടാവുക, 2 പേരെ പിന്താങ്ങുക. ഇത് വളരെ വിചിത്രമായി CPM മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മാഹിയിൽ ഒരു സ്ഥാനാർത്ഥിക്ക്, പോണ്ടിച്ചേരിയിൽ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ അതേ മണ്ഡലത്തിൽ, 2 മണ്ഡലത്തിലല്ല. ഇനി തീർച്ചയായും ഇതാണ് പ്രധാന വിഷയമാക്കണമെന്ന് CPM അഖിലേന്ത്യാ തലത്തിൽ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, കാരണം അത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇതില്ലെങ്കിൽ പിന്നെ കോൺഗ്രസിനെ, ഇപ്പം മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞ പോലെ ഇതില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല, കോൺഗ്രസ് ന്യൂനപക്ഷ വിരുദ്ധമാണ് എങ്കിൽ ആദ്യം പറയേണ്ടത് മുഖ്യമന്ത്രിയല്ല, ഇതൊരു അഖിലേന്ത്യാ മാനിഫെസ്റ്റോ ആണ്. കോൺഗ്രസ്സുകാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ ചെയ്ത തെറ്റാണ്. സീതാറാം യെച്ചൂരി ഒന്ന് പറയട്ടെ ഇത് തെറ്റാണെന്നും, ഇങ്ങനെയുള്ള കോൺഗ്രസിൻ്റെ കൂടെ CPM ഇനി ഒരു കാലത്തും ഇത് പറ്റില്ല, ഞങ്ങൾക്ക് സിക്കറിലൊരു സീറ്റ് വേണ്ട, ബംഗാളിലെ കുറച്ച് സീറ്റ് വേണ്ട, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ സീറ്റ് വേണ്ട, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റുകളിൽ അവർ സഖ്യം ഉണ്ടെങ്കിൽ മഹാരാഷ്ട്രയോ ബീഹാറോ എവിടെയാണെങ്കിലും കോൺഗ്രസുമായി ഞങ്ങൾ ഇനി ഒരു സഖ്യത്തിനില്ല. കാരണം CAA വിഷയത്തിൽ അവർ നിലപാടെടുത്തില്ല എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി CAA CPM കാണുന്നു. എനിക്കതിലൊരു തെറ്റും പറയാൻ പറ്റില്ല, അത് അവർക്കത് കാണാം. ഇപ്പോൾ പണ്ട് ന്യൂക്ലിയർ എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട ഒറ്റ വിഷയത്തിലാണല്ലോ CPM UPA മുന്നണി വിട്ടുപോയത്. ഒറ്റ വിഷയത്തിൽ ന്യൂക്ലിയർ എഗ്രിമെൻറ്റിൽ മൻമോഹൻ സിംഗ് സർക്കാർ ഒപ്പിട്ടു, 2008 അവർ വിട്ടുപോയി, 2000 അതൊക്കെ ചരിത്രം. ഞാൻ പറഞ്ഞ ഒരു വിഷയത്തിൽ അങ്ങനെ കൃത്യമായി നിലപാടെടുക്കാൻ കഴിയുന്നവരാണ് CPM. അങ്ങനെ ഒരു നിലപാട് CPM എടുത്താൽ മാത്രമേ കേരളത്തിൽ CPM ഇത് വിൽക്കാൻ പറ്റൂ. കാരണം കേരളത്തിൽ ഇതില്ലെങ്കിൽ ഇതേ കോൺഗ്രസ്, ഈ ഏതായാലും കേരളത്തിൽ നിന്ന് ആകെ 20 പേരിലെ പാർലമെൻറ്റിലേക്ക് ജയിക്കുകയുള്ളൂ. അവരാര് ജയിച്ചാലും അവിടെ ഒരു ബദൽ ഭരണം ഉണ്ടാക്കാൻ പറ്റില്ല. ബദൽ ഭരണം ഉണ്ടാക്കണമെങ്കിൽ വേറെ കുറേ ആളുകൾ ജയിക്കണം. ആ ജയിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷം കോൺഗ്രസ് ആവണം. ആ കോൺഗ്രസ് ഇത്ര വിരുദ്ധമാണ് എന്ന് CPM പറഞ്ഞുകൊണ്ട് CPM ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ പറ്റില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു വരും. അതുകൊണ്ട് ഗോപീകൃഷ്ണ ചോദ്യത്തിന് ഒന്ന്, കോൺഗ്രസ് ഇതിൽ വിശദീകരണം നൽകണമെന്ന ഭാഗത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ കേരളത്തിൽ അത് വിറ്റ് പോകണമെങ്കിൽ, ഇപ്പം നേരത്തെ ചോദിച്ചതുപോലെ ഇതൊരു വലിയ ചർച്ചാ വിഷയമായ, ഞാൻ CAA അല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. CAA വിഷയമല്ല എന്നല്ല, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കേന്ദ്രത്തിൽ മോഡി ഗവൺമെൻറ് ഇല്ലാതാവുക എന്നുള്ളതാണ്. CAA അതിനുശേഷം മാറ്റണോ, വേറെ എന്തെങ്കിലും മാറ്റണോ? ഇപ്പോൾ അല്ലല്ല CR, എനിക്ക് തോന്നുന്നത് താങ്കൾ ആ ചോദ്യം കൃത്യമായി കേട്ടോ എന്നറിയില്ല. ഞാൻ ചോദിച്ചത് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി CAA വന്നു എന്നുള്ളതല്ല, മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ വോട്ടിനെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി CAA കേരളത്തിൽ പരിഗണിക്കപ്പെടില്ല എന്നാണ് ഞാൻ അത് അങ്ങനെ ഈ CAA ഉള്ളൊരു നിലപാട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം CAA-ക്കാളും അപകടകരമായി അതിൻ്റെ പിന്നാലെ വരാൻ പോണ ചില സാധനങ്ങളാണ്. CAA അല്ല, CAA ഒരു ആദ്യത്തെ വെടിമരുന്നാണ്. അതിൻ്റെ പിന്നാലെ NRC വരും, അതിൻ്റെ പിന്നാലെ പലതും വരും. തീർച്ചയായും ഇത് ഭീഷണി തന്നെയാണ്. ഞാനിത് മുസ്ലിം മതവിഭാഗത്തിന് മാത്രമല്ല, ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്ത എല്ലാവരും ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു കരി നിയമമായിട്ടാണ് ഇതിനെ കാണുന്നത്. ശരി, ഞാൻ വേറൊരു കാര്യം കൂടി, അതായത് CPM-ന്റെ ഈ അടവ് നയത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ നാടുനീളെ, അതായത് ഇപ്പോൾ കേരളത്തിൽ 20 മണ്ഡലങ്ങളിലും അവരുടെ പര്യടനത്തിൽ, പ്രചാരണത്തിൻ്റെ ഒക്കെ ഭാഗമായി കോൺഗ്രസ് നേതാക്കൾ CAA എന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും എന്നാൽ പ്രകടന പത്രികയിൽ അത് ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നത് ദേശീയ സാഹചര്യം മനസ്സിലാക്കിയിട്ടുള്ള കോൺഗ്രസിൻ്റെ അടവ് നയമായി കാണാൻ കഴിയുമോ? അവരങ്ങനെ അത് പറയണം. അത് പറയേണ്ടത് ഞാനല്ല, അത് പറയേണ്ടത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ്സുകാർ അത് കൃത്യമായി പറയണം. ഞങ്ങൾ ഇന്ന കാരണം കൊണ്ട്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഗോപീകൃഷ്ണൻ, ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ മുസ്ലിങ്ങൾക്ക് ബഹുഭൂരിപക്ഷം ഉണ്ടായിരുന്ന മലപ്പുറം ജില്ലയിൽ ഒരു അബദ്ധവും ഉണ്ടായില്ല. എന്താ കാര്യം? മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾക്ക് ബാബറി മസ്ജിദ് വിഷയത്തിൽ പ്രശ്നമില്ല എന്നാണ്. പക്ഷെ അവർക്ക് അതിനേക്കാൾ കൂടുതൽ ബുദ്ധിയുണ്ട്. ഇത് വർഗീയ കലാപമാക്കിയാൽ
അത് ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അറിയാമെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളല്ലേ ഏറ്റവും സമാധാനപരമായി ബാബറി മസ്ജിദ് പൊളിച്ചതിനോട് പ്രതികരിച്ചത്. അവരെതിർത്തു. പക്ഷേ കൃത്യമായി അവരൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾ ഇതിൻ്റെ പുറത്ത് കലാപത്തിന് പോയില്ല, ഇതിൻ്റെ പുറത്ത് ഞങ്ങളൊരു പരിപാടിക്കും പോയില്ല. മുസ്ലിം സംഘടനകൾ ആകെ എടുത്തൊരു നിലപാട് എന്താ? പ്രധാനമായി നിയമപരമായി ഇക്കാര്യത്തിൽ ഞങ്ങൾ പോകുമെന്നാണ്. അത് ഇവിടെയുമുണ്ട്. ഇവിടെയും ഇപ്പോൾ ഇദ്ദേഹം BJPയുടെ സുഹൃത്ത് പറഞ്ഞ പോലെ കോടതി തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല. കോടതിയുടെ മുമ്പിൽ ആ വിഷയമുണ്ട്. ആ വിഷയം നിയമപരമായി പോരാടണം. ഇനി അധികാരം കിട്ടിയാൽ നിയമമൊന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇന്ത്യൻ പാർലമെന്റിന് അതിനെ മാറ്റാനുള്ള ശേഷിയുമുണ്ട്. അതിൽ തർക്കം വരാം. തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി വരുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും എല്ലാ കാര്യത്തിലും ഒരേ അഭിപ്രായം ഉണ്ടായിക്കൊള്ളുന്നു ഞാൻ പറയില്ല. പക്ഷേ അതിലൊരു കക്ഷി ഈ അഭിപ്രായം വെച്ച് മറ്റേ കക്ഷി വിമർശിച്ച് കുറച്ച് വോട്ട് മേടിക്കാം എന്ന് വിചാരിക്കരുതെന്ന് ഞാൻ പറയുന്നുള്ളൂ. സിആർ, ഞാൻ ഒരു ഇടവേള എടുക്കേണ്ട സമയമാണ്. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യത്തിൽ കൂടി എനിക്ക് താങ്കളുടെ അഭിപ്രായം അറിയണം. അതായത് കേരളത്തിൽ CAA കാര്യത്തിൽ അല്ലെങ്കിൽ CAA വിരുദ്ധ നിലപാട് കൂടുതൽ ശക്തമായിട്ട് ആരെടുക്കുന്നു എന്ന തർക്കം രണ്ട് മുന്നണികൾക്കിടയിലുണ്ട്, UDFനും LDFനും ഇടയിൽ. അപ്പോൾ മുസ്ലിം മത ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ സമാഹരിക്കാൻ ഈ CAA വിരുദ്ധ നിലപാടിൽ കരുത്ത് തെളിയിക്കേണ്ടത് ഒരാവശ്യമാണ് ഈ മുന്നണികൾക്ക് കേരളത്തിൽ എന്നതിനോട് താങ്കൾ യോജിക്കുമോ? ഒരിക്കലുമില്ല. കേരളത്തിലെ മുസ്ലിം സഹോദരന്മാർ വളരെ കൃത്യമായി അവരുടെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, ബാബറി മസ്ജിദ് പോലുള്ള ഒരു വിഷയത്തിൽ പോലും കേരളത്തിലെ മുസ്ലിം സഹോദരന്മാർ വ്യക്തമായി യുക്തിപൂർവകമായ രാഷ്ട്രീയ നിലപാടെടുത്തിട്ടുള്ളവരാണ്. അവർ കേവലം ഒരു വർഗീയതയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ അടവ് നയം അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അവർക്കുണ്ടൊരു അടവ് നയം കൃത്യമായിട്ട് അറിയാം. ഇത് ഏതെങ്കിലും ഒരു കക്ഷി ഞങ്ങൾ കൂടുതൽ പ്രകടനം CAA-ക്കെതിരായി നടത്തി അല്ലെങ്കിൽ ഞങ്ങൾ അത് നടത്തി എന്നൊന്നും പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആൾ ഏതെങ്കിലും ഒരു കക്ഷിക്ക് UDFനോ LDFനോ കൂടുതൽ വോട്ട് ചെയ്യും എന്ന് ഞാൻ കരുതുന്നതേയില്ല. ശരി സിആർ, ഞാൻ തിരിച്ചു വരാം. ഞാനൊരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഈ ചർച്ചയിൽ നമുക്കിനി അതിഥികളുടെ രണ്ടാം റൗണ്ടിലേക്ക് പോകാം. ശ്രീ ശിവദാസൻ, ഇതിനകത്തിപ്പോൾ ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പോൾ ഈ CAA ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇടതുപക്ഷം കാണുന്നുണ്ടെങ്കിൽ, അതിനകത്ത് കോൺഗ്രസിൻ്റെ നിലപാടിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, മുഖ്യമന്ത്രിയെല്ലാം എല്ലാ യോഗത്തിലും സംസാരിക്കുന്നത് പോലെ അതിൽ ആത്മാർത്ഥതയില്ല എന്നാണ് നിങ്ങളുടെ വിലയിരുത്തലെങ്കിൽ, പിന്നെ ഈ ഇന്ത്യ എന്ന കൂട്ടായ്മയിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നതിൽ അർത്ഥമില്ലല്ലോ ദേശീയ തലത്തിൽ. അപ്പോൾ ആ കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. രണ്ടാമത്തെ കാര്യം, CAA-യുടെ അടിസ്ഥാനത്തിലായിരിക്കില്ല കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരുടെ വോട്ട് എവിടേക്ക് പോകണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ CAA-യിൽ ഒരു അമിത വ്യയം ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? ഇതിൽ നേരത്തെ കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ ജിൻഡോ പറഞ്ഞതിനോടുകൂടി പ്രതികരിക്കേണ്ടതുണ്ട്. അദ്ദേഹം CAA-ക്കെതിരെ വലിയ നിലയിൽ ഇവിടെ സംസാരിക്കുകയുണ്ടായി. പക്ഷേ എൻ്റെ സംശയം, ജിൻഡോ ഇത്രമേൽ ആവേശത്തോടു കൂടി പറഞ്ഞ കാര്യങ്ങളുടെ ഒരു വരിയെങ്കിലും എന്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രസിഡന്റിന് സംസാരിക്കാൻ പറ്റാതെ പോയത്? അദ്ദേഹത്തോട് പത്രങ്ങൾ പറഞ്ഞപ്പോൾ ഉറങ്ങാൻ പോയിട്ട് ഇതുവരെ ഉറക്ക് തെളിഞ്ഞില്ലേ എന്നുള്ള ചോദ്യം ഇങ്ങനെ മുഴച്ചു നിൽക്കുകയാണല്ലോ. അപ്പോൾ കോൺഗ്രസ്സിന് ഈ വിഷയത്തിൽ പ്രതികരിക്കാനാവുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഒരു വരി പോലും CAA-യെക്കുറിച്ച് പറഞ്ഞില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ ന്യൂനപക്ഷത്തോടുള്ള കോൺഗ്രസിൻ്റെ CAA-യോടുള്ള സമീപനത്തിൻ്റെ പൊള്ളത്തരം കൃത്യമായി വ്യക്തമാക്കുന്നതാണ്. കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളെക്കുറിച്ച് CPIM ഇതിനു മുമ്പും പ്രതികരിച്ചിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമല്ല, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെ CPIM-ന്റെ പ്രകടന പത്രികയ്ക്കകത്ത് CAA-യെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വ്യക്തമായിട്ടുള്ള വിശകലനം ഇത് വെളിവാക്കുന്നതാണ്. കോൺഗ്രസിനോടുള്ള സമീപനം എത്രമേൽ വ്യത്യസ്തമായി, എത്രമേൽ കോൺഗ്രസുമായി ഭിന്നമാണ് CPIM-ന്റെ സമീപനം എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. രണ്ടാമതായി, ബഹുമാനപ്പെട്ട നമ്മുടെ CR പറഞ്ഞിട്ടുള്ള വിഷയത്തിലുള്ള പ്രതികരണമാണ്. CPM-ന് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം അങ്ങ് വിച്ഛേദിച്ചുകൂടെ എന്ന് പറഞ്ഞതിനൊപ്പം അദ്ദേഹം മറ്റു ചില കാര്യങ്ങളെക്കുറിച്ച് കൂടി പറയേണ്ടായി. ഈ രാജ്യത്ത് BJP-ക്കെതിരായി നിലപാടെടുക്കാൻ എന്ന് പ്രതീക്ഷിക്കുന്ന മതനിരപേക്ഷ പാർട്ടികളെന്ന് സ്വയം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പാർട്ടികളെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് BJP-ക്കെതിരായി പ്രവർത്തിക്കുന്നതിന് നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്നുള്ളത് അങ്ങുൾപ്പെടെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഇവിടെ കോൺഗ്രസിനെതിരായി മത്സരിച്ച് ജയിച്ചിട്ടുള്ള CPIM-ന്റെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഡൽഹിയിൽ എടുത്തിട്ടുള്ള തീരുമാനം, സംയോജിതമായിട്ടുള്ള ഒന്നാം UPA ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള പിന്തുണ ചരിത്രത്തിൻ്റെ ഭാഗമാണ്.
അതിലൂടെയാണ് തൊഴിലുറപ്പ് നിയമം ഉൾപ്പെടെ രൂപപ്പെട്ടു വന്നിട്ടുള്ളതെന്നുള്ളതും കോമൺ മിനിമം പ്രോഗ്രാമിൽ ഇത്തരത്തിലുള്ള നിരവധിയായിട്ട് പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടു എന്നുള്ളതും ഈ രാജ്യത്തിൻ്റെ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പിന്നെ BJP പ്രതിനിധി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളോട് പ്രതികരിക്കാതെ നിർവാഹമില്ല. BJP എന്നുള്ള പാർട്ടി എല്ലാ അർത്ഥത്തിലും മതത്തെ രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന പാർട്ടിയാണ്. ശ്യാമപ്രസാദ് മുഖർജി മുസ്ലിം ലീഗ്, ജിന്നയുടെ മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗിനോട് ചേർന്ന് മന്ത്രിസഭയിൽ മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് എന്നുള്ളത് വിസ്മരിച്ചു പോകരുത്. ആ ശ്യാമപ്രസാദ് മുഖർജിയുടെ പിൻതലമുറ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഡിണ്ടിഗലിൽ SDPIക്കാരൻ്റെ കൈ കോർത്തു പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്നത് നാം കാണുകയാണ്. SDPI മുന്നണിയിൽ തമിഴ്നാട്ടിൽ BJP കൂടി ഉണ്ട് എന്നാണ് SDPI നേതാക്കളുടെ പോസ്റ്ററുകളിലും അവരുടെ പ്രചരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. BJP മതത്തെ ഉപയോഗപ്പെടുത്തുന്നു. ഇവിടെ ഒരാൾക്ക് പോലും പൗരത്വം നഷ്ടപ്പെടില്ല, ആരും പേടിക്കേണ്ടതില്ല എന്നൊക്കെ നമ്മുടെ ഈ CAA കുറിച്ച് പറഞ്ഞുകൊണ്ട് SDPയുടെ കാര്യത്തിൽ എന്താണ് താങ്കൾ പറഞ്ഞത് എനിക്ക് മനസ്സിലല്ല ഡോക്ടർ ശിവദാസൻ. അതായത് തമിഴ്നാട്ടിൽ SDP ആർക്കൊപ്പം ഉണ്ടെന്നാണ് താങ്കൾ പറഞ്ഞത്? അങ്ങൊരു പോസ്റ്റർ AIDMK സഖ്യത്തിൽ ഡിണ്ടിഗലിൽ അവർ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുന്നതിൻ്റെ പോസ്റ്റർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിയുടെ ഉൾപ്പെടെയുള്ള പോസ്റ്റർ വെച്ചുകൊണ്ടാണ് അവർ റിലീസ് ചെയ്തത്. AIDMKയോട് ചേർന്ന് AIDMK എന്ന് പറയുന്ന പാർട്ടിയുടെയും ആ നേതാക്കളുടെയും ഒപ്പം നരേന്ദ്രമോദിയുടെയും പോസ്റ്റർ വെച്ചുകൊണ്ടാണ് അവിടെ SDPIക്കാർ പോസ്റ്റർ ഇറക്കിയതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അത് എല്ലാ സ്ഥലത്തും അത് പ്രചരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിഷേധിച്ചാൽ മതി, ഒരു പ്രയാസമില്ല. ക്യാപ്സ്യൂളോ ഏത് ക്യാപ്സ്യൂളോ ആവട്ടെ, അങ്ങോട്ട് എൻ്റെ അഭ്യർത്ഥന. അങ്ങ് ശ്യാമപ്രസാദ് മുഖർജി മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടായിട്ടില്ലെന്നും അങ്ങ് പറഞ്ഞോളൂ, ഒരു പ്രയാസമില്ല. അങ്ങ് പറഞ്ഞോളൂ, ശ്യാമപ്രസാദ് മുഖർജി മുസ്ലിം ലീഗിനോട് ചേർന്ന് മന്ത്രിസഭയിൽ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു ബന്ധമേ ഉണ്ടായിട്ടില്ല എന്ന് അങ്ങ് പറയൂ. കേൾക്കട്ടെ, ആളുകൾ കേൾക്കട്ടെ, അങ്ങ് പറഞ്ഞോളൂ, ഒരു പ്രയാസമില്ല. BJP എന്ന് പറയുന്ന പാർട്ടി ഏത് വർഗീയ പാർട്ടിയായിട്ടും കൂട്ടുകൂടുകയും മതത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി അവർ എല്ലാ അർത്ഥത്തിലും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഈ രാജ്യത്ത് എല്ലാ ആളുകളും ഒന്നു ചേർന്ന് എതിർക്കേണ്ടുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള കേരളത്തിൽ ഈ പൊതുതെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ച ചെയ്യപ്പെടുന്ന, അതായത് സംസ്ഥാന സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തൽ അടക്കം, അല്ലെങ്കിൽ മാസപ്പടിയും അതോടൊപ്പം കരുവന്നൂർ സഹകരണ ബാങ്കിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വരവും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ പോലും CAA എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാക്കി ഇടതുപക്ഷം കത്തിച്ചു നിർത്തുന്നതിന് പിന്നിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടിലേക്കുള്ള കണ്ണാണ് എന്ന വിമർശനമാണ് ഇടതുപക്ഷം കേരളത്തിൽ നേരിടുന്നത്. ഇപ്പോൾ നേരത്തെ ശ്രീ CR പറയുന്നു CAA പോലൊരു വിഷയത്തെ അധികരിച്ചായിരിക്കില്ല കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരുടെ വോട്ടുകൾ നിർണ്ണയിക്കാൻ പോകുന്നതെന്ന് നേരത്തെ അദ്ദേഹം നടത്തിയൊരു നിരീക്ഷണം കൂടി, അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, CAA എന്ന വിഷയത്തിൽ നിങ്ങൾ ഒരു അമിത വ്യയം ചെയ്യുകയാണോ എന്ന്. ഗോപീഷൻ, അങ്ങയുടെ ചോദ്യം എന്നെ ഭയപ്പെടുത്തുകയാണ്. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ, ഇന്ത്യൻ ഭരണഘടനയുടെ അടിത്തറ എന്നുള്ളത് മതനിരപേക്ഷതയാണ്. ആ മതനിരപേക്ഷത, മതത്തിനപ്പുറത്ത്, മതം എന്നുള്ളത് പൗരത്വത്തിൻ്റെ പരിഗണനാ വിഷയമേ അല്ല. മതം പൗരനെ നിയമത്തിനു മുമ്പിൽ വേർതിരിക്കുന്നതിനുള്ള ഉപായമല്ലാത്ത, മതത്തെ പൗരത്വത്തിനുള്ള മാനദണ്ഡമാക്കാത്ത മതനിരപേക്ഷമായ ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യം, ആ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ഭരണഘടനയെ എല്ലാ അർത്ഥത്തിലും തകർക്കുന്ന ഒരു ഭരണഘടന, ഒരു നിയമനിർമ്മാണം ഈ രാജ്യത്ത് മുന്നോട്ട് വെക്കുമ്പോൾ എത്രമേൽ അപകടകരമാണ്. അത് ഈ രാജ്യത്തെ എന്റെ ചോദ്യം അങ്ങേ ഭയപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ആ ചോദ്യത്തിന്റെ രാഷ്ട്രീയ മാനങ്ങൾ താങ്കൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഇപ്പോൾ CAAക്കെതിരായിട്ടുള്ള നിങ്ങളുടെ പ്രക്ഷോഭങ്ങളെ വില കുറച്ച് കാണുകയല്ല ഞാൻ ചെയ്തത്. അവിടെ ഞങ്ങൾ മാത്രമാണ് ഈ വിഷയത്തിൽ നിലപാടെടുത്തതെന്ന് സ്ഥാപിക്കാൻ നിരന്തരം ശ്രമിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ പുറത്ത് ഇന്ത്യ എന്ന് പറയുന്ന വിശാല കൂട്ടായ്മയിൽ വിശ്വാസമർപ്പിച്ച് നിങ്ങൾ ഒരു പോരാട്ടത്തിന് നിൽക്കുകയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കക്ഷിക്ക് CAA പോലൊരു സുപ്രധാന വിഷയത്തിൽ നിലപാടില്ല എന്ന് കേരളത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് CR നീലകണ്ഠൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ആ ബന്ധം അങ്ങ് ഉപേക്ഷിക്കൂ എന്ന്. ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ വ്യത്യസ്ത നിലപാടെടുക്കുന്ന പാർട്ടികളാണ്. ഗോപീഷൻ, ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഭരണഘടന എന്നുവെച്ചാൽ വീടിന് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിന് തീപിടിച്ചിരിക്കുന്ന ഒരു ഘട്ടം,
ആ ഘട്ടത്തിൽ തീക്കെടുത്തുന്നതിന് വേണ്ടി സകല മനുഷ്യരെയും കണ്ണു ചേർക്കുകയാണ്. ആ വരുന്നവരുടെ കൂട്ടത്തിൽ കുളിക്കാത്തവരുണ്ടാവും, ഷർട്ടിടാത്തവരുണ്ടാവും, പല കോലത്തിലുള്ളവരുണ്ടാവും. അവരെയൊക്കെ ചേർത്ത് പിടിക്കുകയാണ്. ആ ചേർത്ത് പിടിച്ച് അവരോട് പറയുകയാണ്, നമ്മുടെ ചുമതല ഈ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിനെ സംരക്ഷിക്കുകയാണ്, ഈ ഭരണഘടനയെ സംരക്ഷിക്കുകയാണ്. ആ ഭരണഘടനയെ സംരക്ഷിക്കാൻ വരിക നിങ്ങളെന്ന് പറയുമ്പോൾ തന്നെ ആ വിയോജിപ്പുകളെല്ലാം, ഈ വരുന്നവരുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ സമീപനത്തോടുള്ള വിയോജിപ്പുകളെല്ലാം ആവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് കോൺഗ്രസ് CAA മുകളിൽ എടുക്കുന്ന നിലപാട്, ഇരട്ടത്താപ്പ്, തുറന്നു പറയാനുള്ള കോൺഗ്രസിന്റെ മടി, അത് അത്യന്തം അപകടകരമാണ്. ശരി, ഞാൻ വരാം. ഡോക്ടർ ജിൻഡോ, കോൺഗ്രസിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ CAA കോൺഗ്രസിന്റെ നിലപാടുകളിന്മേൽ മാത്രമല്ല, ഇപ്പോൾ മുഖ്യമന്ത്രി ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ 18 MP-മാർ കേരളത്തിൽ നിന്നുണ്ട് UDF-ന്റേത്. ആരും തന്നെ കേരളത്തിന്റെ ആവശ്യങ്ങളിന്മേൽ നീതി കാട്ടിയിട്ടില്ല എന്നാണ്. കശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞപ്പോൾ കേരളത്തിൽ നിന്നുള്ള 18 UDF MP-മാർ മിണ്ടിയില്ല എന്നാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭൂരിപക്ഷം പേർക്കും ഒരു സംഘപരിവാർ മനസ്സുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. CAA ചട്ടം അംഗീകരിച്ച് 4 ദിവസം കഴിഞ്ഞ് ചോദിച്ചപ്പോഴും തീരുമാനമായില്ല എന്ന് AICC അധ്യക്ഷൻ പറഞ്ഞതിനെ കുറിച്ചാണ്. ഇക്കഴിഞ്ഞ 5 വർഷം കേരളത്തിന്റെ ശബ്ദം പാർലമെന്റിൽ ഉയർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കേരളത്തിലെ UDF MP-മാർ ഈ കാര്യങ്ങളിൽ കാണിക്കുന്ന നിസ്സംഗതയെ മുഖ്യമന്ത്രി വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നേരത്തെ ശ്രീ CR നീലകണ്ഠനൊക്കെ പറഞ്ഞതുപോലെ CAA പോലൊരു വിഷയം എന്തുകൊണ്ട് ഞങ്ങളുടെ പ്രകടന ഉൾപ്പെടുത്തിയില്ല? അതൊരു അടവ് നയമാണെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങളെ, അതിൻ്റെ പശ്ചാത്തലത്തെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും കോൺഗ്രസിനില്ലേ? തീർച്ചയായിട്ടും ഗോപി, അതിൽ ഉത്തരവാദിത്വവും ബാധ്യതയും ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിലൊരു തർക്കം നമ്മൾക്ക് ആർക്കും ഉണ്ടാകില്ല. ഞങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ CR ചോദിച്ച ചോദ്യത്തിൽ നിന്ന് വീണ്ടും ആരംഭിക്കുകയാണ്. ഞങ്ങളെ വിശ്വാസമില്ലെങ്കിൽ, ഞങ്ങൾക്ക് മൃദു ഹിന്ദുത്വമാണെങ്കിൽ പിന്നെ എന്തിന് നമ്മൾ ഒന്നിച്ച് മത്സരിക്കുന്നു? ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് ബംഗാളിൽ ഉൾപ്പെടെ നമ്മൾ ഒന്നിച്ചല്ലേ മത്സരിക്കുന്നത്? ഞങ്ങളുടെ കൊടി പിടിച്ചാലല്ലേ നിങ്ങളുടെ നേതാക്കന്മാർക്ക് പോളിംഗ് ബൂത്തിൽ പോകാൻ പറ്റുന്ന സാഹചര്യമുള്ളൂ. അപ്പൊ എന്തിനിത് പറയുന്നു? തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ മത്സരിക്കുന്നതിന് രാഹുൽ ഗാന്ധിയുടെയും നിങ്ങൾ പറയുന്ന മൃദു ഹിന്ദുത്വം എന്ന് പറയുന്ന നിലപാടില്ല എന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ട് കൂടിയല്ലേ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ തമിഴ്നാട്ടിലടക്കം മത്സരിക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് എന്ത് നിലപാടാണുള്ളത്? നിങ്ങൾക്ക് ഒരു വിശ്വാസവും ഇല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത ഞങ്ങളുടെ കൂടെ എന്തിന് നിങ്ങൾ നടക്കുന്നു? നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു നിലപാട് എടുത്തുകൂടെ? അപ്പോൾ അതല്ല, നിങ്ങൾ കേരളത്തിൽ മാത്രം ഡിവിസിബിൾ പോളിസി നടപ്പാക്കുന്ന നരേന്ദ്രമോദി ഇന്ത്യ മുഴുവൻ നടപ്പാക്കുന്നു, കേരളത്തിൽ അത് നടപ്പാക്കുന്ന പിണറായി വിജയന്റെ പോളിസി വീണ്ടും നിങ്ങൾ ആവശ്യം പറയുന്നു. ഇനി മൃദു ഹിന്ദുത്വം എന്ന് നിങ്ങൾ പറയുന്നു. കോൺഗ്രസിൽ വിശ്വാസികളും അവിശ്വാസികളുമായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. വിശ്വാസികളായിട്ടുള്ള ആളുകൾ ക്ഷേത്രത്തിൽ പോകും, പൂജ നടത്തും, ആരാധന നടത്തും. അതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതിന് നിങ്ങൾ മൃദു ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ നടത്തിയ പൂമൂടൽ മൃദു ഹിന്ദുത്വമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് LDF-ന്റെ എത്രയോ സ്ഥാനാർത്ഥികൾ അമ്പലങ്ങളും ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ കയറി ഇറങ്ങുന്നു. അതൊക്കെ മൃദു ഹിന്ദുത്വത്തിന്റെ ഭാഗമാണോ? അപ്പോൾ പ്രീണന നയത്തിന്റെ ഭാഗമാണോ? അതൊക്കെ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ചില പ്രാക്ടീസുകളാണ്. അതൊരു തെറ്റായിട്ട് നിങ്ങൾ വ്യാഖ്യാനിച്ചു കോൺഗ്രസിനെ വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങൾ ആർക്കാണ് വഴിയൊരുക്കി കൊടുക്കുന്നത്? BJP-ക്കാണ്. ഇനി രണ്ടാമത്തത്, ഞാൻ ഒരു കാര്യം കൂടി ഉറപ്പിച്ചു പറയുന്നു. ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യയിലെ കേരളത്തിലെ 20 സീറ്റുകളിൽ മാത്രം ഞങ്ങൾക്ക് ജയിച്ചാൽ പോരാ. ഞങ്ങളോടൊപ്പം ഞങ്ങൾ ഉൾപ്പെടെ മത്സരിക്കുന്ന 543 സീറ്റിലും ഇന്ത്യ മുന്നണിയിലെ ആളുകൾ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങൾ പാൻ ഇന്ത്യൻ പാർട്ടിയാണ്. അല്ലാതെ ചിഹ്ന സംരക്ഷണത്തിന് വേണ്ടി മത്സരിക്കുന്ന പ്രാദേശിക പാർട്ടിയല്ല. ഞങ്ങൾ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു പോളിസി നടപ്പാക്കാൻ പറ്റില്ല. ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടിയിട്ടുള്ള പോളിസികളാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്, നടപ്പാക്കുന്നത്. ഇനി രണ്ടാമത്തെ താങ്കൾ പറയുന്നത്, ഈ അടുത്ത് ഞങ്ങൾക്ക് ന്യൂനപക്ഷങ്ങളോട് സ്നേഹമില്ല എന്നാണ് താങ്കൾ പറയുന്നത്. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 2023 ഡിസംബർ മാസം 23-ാം തീയതി അവിടെ സിദ്ധാരാമയ്യ സർക്കാർ BJP നിരോധിച്ച ഹിജാബ് നിരോധനം എടുത്തുമാറ്റി. അത് കോൺഗ്രസിന്റെ ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനത്തിന്റെ പ്രഖ്യാപിത നിലപാടാണ്. നിങ്ങൾ അതിനെ അംഗീകരിച്ച് ഞങ്ങൾക്ക് കൈയടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അത് കണ്ട നിലപാട് കണ്ടെന്ന് പോലും നിങ്ങൾ നടിക്കുന്നില്ല. ഇനി അടുത്തത്, CAA കുറിച്ച് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടുണ്ട്. പാർലമെന്റിനകത്തും പുറത്തും ഈ കാലയളവിൽ മുഴുവൻ ഞങ്ങൾ അത് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ BJP നടപ്പാക്കുന്ന CAA ഞങ്ങൾ നടപ്പാക്കില്ല, അത് ഞങ്ങൾ മാറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു നയപരിപാടി നിങ്ങൾക്ക് സംശയിക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തത്, നിങ്ങൾ UPA ഗവൺമെന്റിന് പിന്തുണ കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ആണവ കരാറിന്റെ പേരിൽ UPA ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിച്ചപ്പോൾ അന്ന് UPA സർക്കാർ താഴെ വീണിരുന്നെങ്കിൽ ആരായിരിക്കും അധികാരത്തിൽ വരാൻ പോകുന്നത്? അന്ന് BJP വരുമായിരുന്നില്ലേ? അപ്പോൾ തത്വത്തിൽ നിങ്ങൾ BJPക്ക് വഴിയൊരുക്കാനുള്ള ശ്രമമല്ല എന്ന് നടത്തിയത്. രണ്ടാമത്, അന്ന് സമാജ്വാദി പാർട്ടിയുടെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ UPA സർക്കാർ അന്ന് വീഴുമായിരുന്നല്ലോ. അപ്പോൾ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും? മതനിരപേക്ഷ നിലപാട് എന്തായിരിക്കും? പിന്നെ നിങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് പറയുന്നു. അത് 2004 ഞങ്ങളുടെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. അത് ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ നടപ്പാക്കി. അന്ന് ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു.
പറയുന്നു എന്ന് വെച്ച് അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റും എന്ന് വിചാരിക്കരുത്. അടുത്തത് CPM-ന്റെ പ്രകടന പത്രികയിൽ ഇന്ന് 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കള്ളപ്പണ നിരോധന നിയമത്തെ കുറിച്ചിട്ട് നിങ്ങൾ കള്ളപ്പണ നിരോധന നിയമം എടുത്തു മാറ്റുമെന്ന് പറയുന്നത് അതെന്തിനാ? എക്സാലോജിക് പോലുള്ള പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ടാണോ? അടുത്തത് പെട്രോൾ തീരുവ ഇല്ലാതാക്കുമെന്ന്. കേരളത്തിൽ ഇപ്പോഴും 2 രൂപ അധിക സെസ് മേടിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരാണ് പറയുന്നത് പെട്രോൾ തീരുവ ഇല്ലാതാക്കുമെന്ന്. അടുത്ത UAP നിയമം ഇല്ലാതാക്കുമെന്ന് പറയുന്നു. നിങ്ങൾ കേരളത്തിൽ 5 വർഷത്തിനിടയിൽ 145 UAP കേസ് എടുത്തിട്ട് അതിന്റെ പേരിൽ അഭിമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന കേരളത്തിൽ ഇരുന്ന് ഇത് ചർച്ച ചെയ്യുകയാണ്. നിങ്ങൾ ഈ ന്യൂനപക്ഷത്തെ കുറിച്ചിട്ട് നിങ്ങൾ ഒരു വല്ലാതെ വേവലാതിപ്പെടുന്നുണ്ടല്ലോ. ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഗോപി ഞാൻ അവസാനിപ്പിക്കാം. ഇവർ ന്യൂനപക്ഷത്തെ കുറിച്ച് പറയുമ്പോൾ CAA കേസിലെടുത്ത സമരത്തിലെടുത്ത കേസുകൾ മാത്രമല്ല, അത് പിൻവലിക്കാത്ത മാത്രമല്ല, 573 കേസിൽ കുറ്റപത്രം കൊടുത്തു. എത്രയോ ചെറുപ്പക്കാർ ഫൈൻ അടച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ ഫൈൻ അടച്ച കേസുകളാണ് തീർന്നു പോയിട്ടുള്ളത്. ഞങ്ങൾ നരേന്ദ്രമോദി സർക്കാർ ഈ CAA ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിനെതിരെ സമരം ചെയ്ത ഞങ്ങൾക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്താണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയന്റെ സർക്കാർ. നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുമ്പോൾ അതെങ്ങനെയാ പിണറായി സർക്കാരിന് കലാപാഹ്വാനമായിട്ട് തോന്നുന്നത്? അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. മാഷ അള്ളർ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഇന്നോവയിൽ കൊല്ലാൻ അളവിടുന്ന പാർട്ടിക്ക് ന്യൂനപക്ഷങ്ങളോടുള്ള സ്നേഹത്തെ കുറിച്ച് എങ്ങനെ പറയാൻ പറ്റുക? അതിനുശേഷം ആ കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞത് എന്താ? തീവ്രവാദികൾ നടത്തിയ കൊലപാതകം എന്നാണ് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയനും പാർട്ടി പത്രവും പാർട്ടി ചാനലും കേരളത്തിലെമ്പാടും വിളമ്പിയത്. അതിനെക്കുറിച്ച് നിങ്ങളുടെ നിലപാടെന്താ? യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് ഈ അടുത്ത കാലത്ത് വരെ പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് CPM. നിങ്ങളുടെ നിലപാടെന്താ? മുസ്ലിം ലീഗാണ് കേരളത്തിൽ കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് മുസ്ലിം ലീഗിനെ ആക്ഷേപിച്ചിട്ടുള്ള നേതാവിന്റെ പേര് പിണറായി വിജയൻ. എന്താ മുസ്ലിം ലീഗിന് എന്താ എത്ര കുറവുണ്ടോ? എങ്കിൽ ആ കുറവ് എന്താണെന്ന് നിങ്ങൾ പറയണം. അതിൽ മുസ്ലിം എന്നുള്ള പേരുള്ളത് കൊണ്ടാണ് ആ കുറവ്. അപ്പൊ നിങ്ങൾ അത് കൃത്യമായിട്ട് പറയണ്ടേ? ആലുവയിൽ ഒരു സമരം നടന്നപ്പോൾ ആലുവ ഒരു പ്രത്യേക സ്ഥലമാണ്, അവിടെ തീവ്രവാദ സ്വഭാവം ഉണ്ടെന്നുള്ള രീതിയിൽ സംസാരിച്ചത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള പിണറായി വിജയന. ഈരാറ്റുപേട്ടയിൽ തീവ്രവാദ സാന്നിധ്യമുണ്ടെന്ന് SP-യുടെ റിപ്പോർട്ട് ഉണ്ടായിട്ട് 2.5 വർഷമായി. ഇതേവരെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായി ഇടപെട്ടത് തിരുത്തിയിട്ടില്ല. പിന്നെ 2 ട്രെയിൻ തീവെപ്പ് സംഭവം കേരളത്തിൽ നടക്കുന്നു. അതിൽ ഒരു ട്രെയിൻ തീവെപ്പില് ഒരു മുസ്ലിം ചെറുപ്പക്കാരനും മറ്റൊന്നിൽ ഒരു ഹിന്ദു നാമധാരിയും വന്നപ്പോൾ മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു ഒറ്റ കാര്യം കൂടി പൂർത്തിയാക്കട്ടെ, റാഷണലൈസ് ചെയ്യപ്പെട്ട് തീവ്രവാദ സാന്നിധ്യമുണ്ടെന്ന് MR അജിത് കുമാർ പറഞ്ഞിട്ട് കേരളത്തിലെ പിണറായി വിജയൻ അത് തിരുത്തിയോ? ഇവിടെ BJP-ക്ക് വേണ്ടിയിട്ട് നാവായിട്ട് പ്രവർത്തിക്കുന്ന പിണറായി വിജയന 2004-ൽ അഹമ്മദ് കേന്ദ്രമന്ത്രിയായപ്പോൾ UPA സർക്കാരിൽ കേന്ദ്രമന്ത്രിയായപ്പോൾ അതിനെതിരെ നിരന്തരം ആക്ഷേപിച്ചത് VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ അന്നത്തെ പ്രതിപക്ഷ നേതാവ്, അന്നത്തെ CPM-ന്റെ നേതാവ്. നിങ്ങൾക്ക് എന്താണ് നിലപാട്? ഒരു സ്കൂളിൽ പച്ച ബോർഡ് വെച്ചപ്പോൾ അതിനെതിരെ ആക്ഷേപിച്ച പിണറായി വിജയന് ഇന്ന് അത് തിരുത്തി പറയാൻ തയ്യാറുണ്ടോ? ഇവിടെ പാനായിക്കുളം സിബി കേസ് ഏത് സർക്കാരിന്റെ കാലത്താ? 10-16 ചെറുപ്പക്കാർ വർഷങ്ങളോളം ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ജനാധിപത്യ സംരക്ഷണത്തിന്റെ സെമിനാർ നടത്തിയതിന്റെ പേരിൽ ജയിലിൽ കിടന്നില്ലേ? അല്ല, ഞാൻ ചോദിച്ച ചോദ്യം അത് CAA-യുടെ കാര്യത്തിലായിരുന്നു. നിങ്ങൾ ഇതൊക്കെ പറയാൻ ബാധ്യസ്ഥരാണ്. ശരി, ശ്രീ KP പ്രകാശ് ബാബു, കേരളത്തിൽ CAA ഒരു പ്രധാനപ്പെട്ട വിഷയമാകുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അത് മുന്നണികൾ അവതരിപ്പിക്കുന്നത് എന്നത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP-യെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതല്ലേ? ഗോപികൃഷ്ണൻ, ഞാൻ അതിന്റെ മറുപടി പറയാം. അതിന്റെ മുന്നേ ഒറ്റ കാര്യം, ഈ 2024 തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ കോമഡിയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരേ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമായി മുന്നോട്ട് പോകുന്ന ഒരു മുന്നണിയിലെ 2 പാർട്ടികൾ തമ്മിൽ നടത്തുന്ന ഈ അവസരവാദ രാഷ്ട്രീയം ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. എനിക്ക് ശിവദാസനോട് പറയാനുള്ളത്, ശിവദാസൻ, ഞാൻ പറഞ്ഞത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഇന്ത്യ രാജ്യത്ത് ഈ CAA-യുമായി ബന്ധപ്പെട്ട് പ്രചരണം നടത്താൻ സാധിക്കില്ല. നിങ്ങൾക്കത് സാധിക്കും എന്ന് പറയാൻ കാരണം, നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് നിന്ന് തെക്കോട്ടെടുത്ത പാർട്ടിയാ. ആ തെക്കോട്ടെടുത്ത പാർട്ടി കേരളത്തിലാണുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ന്യൂനപക്ഷ വോട്ട് വേണം. നിങ്ങളൊന്ന് ഏറ്റവും ചുരുങ്ങിയ 20 കൊല്ലത്തെ നിങ്ങളുടെ ചരിത്രം ഒന്ന് പഠിക്കണം. 46 സീറ്റിൽ നിന്ന് 16-ലേക്ക് വന്നു 2009. പിന്നീട് അത് 9-ലേക്ക് വന്നു. ഇപ്പൊ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റാനുള്ള 3. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള പഠിക്കാനാണ് നിങ്ങൾ തയ്യാറാകേണ്ടത്. ഗോപികൃഷ്ണ, ഈ തെരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത് 4 വിവാദങ്ങൾ മാത്രമല്ലേ? മലപ്പുറത്ത് പോയി ഭാരത് മാതാ കി ജയ് ഹിന്ദും പറഞ്ഞ് അവിടെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കി, ഒരു വിദ്വേഷം ഉണ്ടാക്കി. പിന്നീട് വന്നിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം STP-യുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഇപ്പോ ഇതാ CAA. ഞാൻ കേരളത്തിൽ CAA നടപ്പിലാക്കില്ല. ഇതെന്താ നോക്കൂ, ഇത് കേൾക്കുന്ന, ഇപ്പൊ നേരത്തെ നീലകണ്ഠൻ സാർ പറഞ്ഞല്ലോ, നല്ല പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളാ കേരളത്തിൽ. മുഖ്യമന്ത്രി പിണറായി വിജയന് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു സാമാന്യമായിട്ടെങ്കിലും അവരെ ബോധ്യപ്പെടുത്താനുള്ള ചില കഴിവില്ലെങ്കിൽ, ഞാനത് പച്ച മലയാളത്തിൽ പറയുന്നില്ല, അദ്ദേഹം പറയാം, ഇതെന്തൊരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആണോ ഈ കേരളം? ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള നിയമം ഞങ്ങൾ നടപ്പിലാക്കില്ല. ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത് ആരെങ്കിലും ഈ പൗരത്വത്തിന് വേണ്ടി വരുമോ? ഇനി വന്നാൽ അത് നടപ്പിലാക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ലേ? അപ്പൊ എത്ര സമർത്ഥമായിട്ടാണ് ഇവർ ജനങ്ങളുടെ ഇടയിൽ ഈ വിദ്വേഷം ഉണ്ടാക്കുന്നത്?
ഇനി അദ്ദേഹം ഞാൻ ആ സമയത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഗോപികൃഷ്ണനെ തിരുത്തില്ലായിരുന്നു. നോക്കൂ, ഇത് എന്റെ കയ്യില് നിങ്ങളറിയോ, ഈ നിങ്ങളുടെ ഡിണ്ടിഗൽ സ്ഥാനാർത്ഥി അവിടെ വ്യാപകമായി അടിച്ചിരിക്കുന്ന പോസ്റ്റർ അറിയോ പ്രിയപ്പെട്ട ശിവദാസ താങ്കൾ? രാഹുൽ ഗാന്ധി വലതുഭാഗത്ത്, ഇടതുഭാഗത്ത് സ്റ്റാലിനും ഈ ജിൻഡോയുടെ നേതാവിനെയും പിടിച്ചിട്ട് തമിഴ്നാട്ടിൽ ഡിണ്ടിഗലിൽ പോയി വോട്ട് പിടിച്ച് ഈ എന്താ പറയണ്ടേ വെന്റിലേറ്ററിൽ കിടക്കുന്ന നിങ്ങളാണോ ഈ BJP-യെ നിങ്ങൾ STP ആയി കൂട്ടുകെട്ടുന്നത്? എവിടെയാ ഇന്ത്യ രാജ്യത്ത് STP ആയി നിങ്ങൾ ഞങ്ങളെ കൂട്ടിക്കെട്ടുന്നത്? നിങ്ങളുടെ ജില്ലയിൽ പോയി ആദ്യം നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വാ. മട്ടന്നൂർ കേരളത്തിൽ 60,100 വോട്ടിന് ജയിച്ചതല്ലേ നിങ്ങൾ? ആ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ശിവദാസ കോളാരി വാർഡിൽ നിങ്ങൾ 30 വോട്ടിന് ജയിച്ചതെന്ന് ആരാണെന്ന് അറിയോ? STP-യുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ പിന്തിരിപ്പിച്ചിട്ടാ. നിങ്ങൾ ഇപ്പോൾ ഈ സംസാരിക്കുമ്പോ അങ്ങ് ഡിണ്ടിഗലിലെ അവിടെയുള്ള STP-യുടെ പേര് BJP-യുടെ മേലിൽ ചാർത്തിയല്ലോ. DMK ഞങ്ങളുടെ സഖ്യത്തിലല്ല. അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം താങ്കൾക്കില്ലാതെ പോയതിൽ ഖേദിക്കുന്നു. പകരം ഈ കേരളത്തിൽ കോട്ടാങ്ങലിൽ നിങ്ങളുടെ CPIM-ന്റെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ബിനു അവിടെ ഇന്നും ഭരിക്കുന്നത് ഈ STP-യുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണയോടെ അറിയോ? ഒരു 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരൊറ്റ കുത്തിന് സർജിക്കൽ ബ്ലേഡ് കൊണ്ട് നെഞ്ചത്ത് ഒരൊറ്റ കുത്തിന് ഇല്ലാതാക്കിയ അഭിമന്യു, ആ അഭിമന്യുവിന്റെ ചേതനയേറ്റ ശരീരം പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുമ്പോഴാ നിങ്ങളെങ്കിൽ വെമ്പായം പഞ്ചായത്തിൽ ഇവരുമായി സഖ്യമുണ്ടാക്കി സത്യപ്രതിജ്ഞ ചെയ്തത് അറിയോ നിങ്ങള്? എന്നിട്ട് ഇവിടെ വന്നിട്ട് BJP STP ഞങ്ങൾ വളരെ കൃത്യമായ നിലപാട് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു വന്നതാണ്. 2004 22% തുടങ്ങി ഇന്ന് ഞങ്ങൾക്ക് 37.9% വോട്ട് ഈ രാജ്യത്ത് കിട്ടിയത് നിങ്ങളെപ്പോലെ അപ്പപ്പോ തോന്നുന്നത് അപ്പപ്പോ പറഞ്ഞിട്ടല്ല. കൃത്യമായ നിലപാട് ഈ രാജ്യത്തെ വോട്ടർമാരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2019 31% BJP, 283 സീറ്റുള്ള BJP ജനങ്ങളോട് പറഞ്ഞു ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഞങ്ങൾ CA നടപ്പിലാക്കും. ഞങ്ങൾക്ക് 303 സീറ്റ് തന്നു. നിങ്ങൾക്കോ? ഇതിനെതിർത്ത നിങ്ങൾക്ക് 4% നിന്ന് 1.75% തന്നു. കെട്ടിവെച്ച കാശില്ലാതെ ത്രിപുരയിൽ നിന്നും ബംഗാളിൽ നിന്നും നിങ്ങളെ പടിയിറക്കി അവിടുത്തെ ജനങ്ങൾ. ഇത് നിങ്ങളുടെ നിലപാടിന്റെ ഗുണം കൊണ്ടാ. അതുകൊണ്ട് ഒരപേക്ഷയേ ഉള്ളൂ. നേരത്തെ ബഹുമാനപ്പെട്ട നീലകണ്ഠൻ പറഞ്ഞതുപോലെ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. ആ പ്രബുദ്ധരായ ജനങ്ങളുടെ ഇടയിൽ നിങ്ങളിവിടെ ഒരു വർഗീയ വിദ്വേഷം ഉണ്ടാക്കിയാലും അവർ നിങ്ങളോട് പൊറുക്കില്ല. പകരം 5 കൊല്ലം ഈ രാജ്യം കണ്ട വികസന പ്രവർത്തനങ്ങൾ അവരുടെ മനസ്സിലുണ്ട് ശിവദാസ. 18,452 ഗ്രാമങ്ങളിൽ വൈദ്യുതി ഗ്രാമങ്ങളിലും വൈദ്യുതി കൊടുത്ത രാജ്യം. ഞാൻ ശ്രീ CR നീലകണ്ഠൻ, താങ്കളുടെ മറുപടി. ഒന്നാമത്തെ കാര്യം, BJP-യുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ കേരളത്തിൽ BJP-ക്ക് കിട്ടുമെന്നല്ല. BJP-ക്ക് കേരളത്തിൽ തൊടാൻ പറ്റാതിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ മതേതരമായി വളരെ ബുദ്ധിയുള്ള ആളുകളാണ്. ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നും മതത്തിൻ്റെയോ ദൈവത്തിൻ്റെയോ അമ്പലത്തിൻ്റെയോ പേരിൽ ആവേശത്തോടു കൂടി പോയി വോട്ട് ചെയ്യുന്ന ആളുകളൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ BJP എന്നേ വളർന്നേനെ. രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവൾ വളരെ പ്രബുദ്ധതയോടെയാണ്. അവർ CAA-ക്ക് എതിരുമാണ്. അല്ല, ഞാൻ പറഞ്ഞ അവർ കേരളത്തിൽ ഞങ്ങൾ നിങ്ങളെ പറയുന്ന അത്ര പുറകിലൊന്നല്ല. അല്ല, നിങ്ങൾ പുറകിലാണോ അല്ലയോ എന്നുള്ളത് വോട്ട് വരുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇത്ര കൊല്ലം പ്രയത്നിച്ചിട്ടും 10 കൊല്ലം ഇന്ത്യ ഭരിച്ചിട്ടും ഇപ്പോഴൊരു 15 ശബരിമല ഉണ്ടായാലും ഒരു 15% വരെ എന്താണെന്ന് എത്ര പാർലമെന്റ് മണ്ഡലത്തിലും എത്ര നിയമസഭയിലും BJP-യുടെ ശക്തി ജനങ്ങൾക്ക് അറിയാം. താങ്കളുടെ പാർട്ടിയുടെ ആ ശക്തി ഒന്ന് അളന്നിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് പാർട്ടിയൊന്നുമില്ല, എനിക്കൊരു പാർട്ടിയില്ല കേരളത്തിൽ. ഞാൻ അതൊക്കെ വിട്ടിട്ട് എത്ര കാലം. താങ്കൾ ആദ്യം ഒരു 100 പേരെ ഓരോ ജില്ലയിലും ഒരു 100 പേരെ ഒരുമിച്ച് വിളിച്ചു കൂട്ടാനുള്ള ശക്തി ആദ്യം ഉണ്ടാക്കിയിട്ട് 16% വോട്ടുള്ള പാർട്ടിയെ അങ്ങനെയാണോ CJP? അതാണോ താങ്കളുടെ ജനാധിപത്യ സങ്കല്പം? അങ്ങനെയാണോ താങ്കളുടെ ജനാധിപത്യ? CR നീലകണ്ഠന് BJP വിമർശിക്കണമെങ്കിൽ അദ്ദേഹം ആളെ കൂട്ടി കരുത്ത് തെളിയിച്ചിട്ട് വേണോ? അതാണോ താങ്കളുടെ ജനാധിപത്യ സങ്കല്പം? വിമർശിക്കാം. അതെ, അത് ഞാൻ ചോദിച്ച ചോദ്യത്തിനാണ്. അതൊക്കെ വിമർശിക്കും ശ്രീ പ്രകാശ് ബാബു, അതൊക്കെ വിമർശിക്കും. ആ വിമർശനമൊക്കെ കേട്ടിരിക്കേണ്ടി വരും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഈ ജനാധിപത്യ സംവിധാനത്തിൽ. അല്ല, നിങ്ങൾ ആരാണെങ്കിലും ജനങ്ങൾ നടത്തുന്ന നിരീക്ഷണവും വിമർശനവും ഒക്കെ കേട്ടിരിക്കേണ്ടി വരും. നിങ്ങൾ കേട്ടിരിക്കേണ്ടി വരും. നിങ്ങൾ ആരാണെങ്കിലും 1 വേ ട്രാഫിക് ആണോ 2 വേ ട്രാഫിക് ആണോ എന്നല്ല. അങ്ങനെ വിമർശനം ഉണ്ടെങ്കിൽ വിമർശനം കേട്ടിരിക്കേണ്ടി വരും. കേട്ടോ ശ്രീ പ്രകാശ് ബാബു? അല്ലാതെ അവിടെ കേന്ദ്രം ഭരിക്കുന്നുണ്ട്, കേരളം ഭരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അവരെ വിമർശിക്കാൻ പാടില്ല. അങ്ങനെ ഒരു സ്വർണ്ണ സിംഹാസനത്തിന് മുകളിൽ കയറിയിരിക്കാണെന്നും കരുതണ്ട ഈ ജനാധിപത്യ സംവിധാനത്തിൽ.
വിമർശനമൊക്കെ ഉണ്ടാകും. ശ്രീ സി ആർ താങ്കൾ പറയും. നിങ്ങളെന്താ വിചാരിച്ചത്? സി ആർ പറയും. ഒരാൾക്ക് വിമർശിക്കും, അതൊക്കെ വിമർശിക്കും. ശ്രീ സി ആർ നീലകണ്ഠൻ പറയും. ബിജെപിയുടെ സുഹൃത്തെ, ഒരു കാര്യം അങ്ങ് വിചാരിക്കുന്നത് ഒരു വ്യക്തിക്ക് പോലും ഒരു ഗവൺമെന്റ് വിമർശിക്കാം, ആ വ്യക്തി ഇലക്ഷൻ ജയിക്കണം വേണമെന്നില്ല. നിങ്ങൾ പ്രധാനമന്ത്രിയായി വരും എന്നിട്ടും എന്നെ വിമർശിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഒരു വ്യക്തിക്ക് അതാ ജനാധിപത്യം. ജനാധിപത്യം ആദ്യം മനസ്സിലാക്കും. എനിക്ക് നിങ്ങളെ വിമർശിക്കാം, നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം. അത് എന്നെ പാർട്ടി നിങ്ങൾ അളവുകോലൊന്നും നിങ്ങൾ അങ്ങനെ വെച്ചേക്കണ്ട. അതാ ഞാൻ പറഞ്ഞേ. ഒരാളെ വിമർശിക്കുമ്പോ ഒരാളുടെ അഭിപ്രായം കേരളത്തിൽ 16% ഒരു പാർട്ടിയെ അത്ര കണ്ടും അപഹസിക്കുമ്പോൾ ആദ്യം സ്വന്തം പാർട്ടിയുടെ ശക്തി നടക്കണം. 16% കേരളത്തിലും ശ്രീ സി ആർ നീലകണ്ഠൻ താങ്കൾ പറയും. ശ്രീ ആർ നീലകണ്ഠൻ താങ്കൾ പറയും. ശ്രീ സി ആർ നീലകണ്ഠൻ താങ്കൾ പറയും. പ്രകാശ് ബാബു, ഇത് സി ആറിന്റെ സമയമാണ്. 30 വർഷമായി ഈ രാജ്യം മുഴുവൻ ഭരിച്ചിട്ടും കേരളത്തിലേക്ക് കടന്നു കയറാൻ ആകെ ഒരു MLA മാത്രമേ ഉണ്ടായുള്ളൂ. കഴിയാതിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ പ്രബുദ്ധത കൊണ്ടാണ്. അവർ ജാതി മതം അതിനൊക്കെ അപ്പുറത്ത് രാഷ്ട്രീയമായി മർമ്മത്തിൽ ചെയ്യാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞേ, ബാബറി മസ്ജിദ് തകർത്തിട്ട് പോലും കേരളത്തിലെ മുസ്ലിം സഹോദരന്മാർ ഒരു അമ്പലവും പൊളിക്കാൻ പോകാതിരുന്നത്. അതാണ് അവരുടെ ശേഷി. അവർ അക്രമത്തിനല്ല പോയത്, അവർ നിയമപരമായാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. CAA ഞാനാണ് CAA-ക്കെതിരെ, നിങ്ങളാണ് എതിരെ എന്നുള്ള തർക്കത്തിലൊന്നും കഥയില്ല. CAA ഇല്ലാതാക്കണമെന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ മാത്രമല്ല ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ CAA-ക്കെതിരായി, നിങ്ങൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നോക്കിക്കോളൂ, BJPക്ക് കിട്ടുന്നതിൻ്റെ എത്രയോ ഇരട്ടി വോട്ട് BJPക്ക് എതിരായിട്ടുള്ളവർക്ക് ഇവിടെ കിട്ടും. അത് സംശയമുണ്ടോ? നിങ്ങൾക്കിപ്പോൾ സംശയമില്ല, എനിക്ക് സംശയമില്ല, എനിക്ക് ഒരു സംശയമില്ല. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 26 തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഒരു സംശയം. കാരണം എന്താ? കേരളത്തിൽ CPM-ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടിക്ക് 27% വോട്ടാ കേരളത്തിൽ. അതല്ല ചോദ്യം. ബഹുമാനപ്പെട്ട നീലകണ്ഠ, കേരളത്തിൽ 27% വോട്ടാ CPM-ന്. ബാക്കി 70 അങ്ങനെയാണോ വിലയിരുത്തുക? അല്ല, ഇപ്പൊ രണ്ടുപേര് CAA-ക്കെതിരാണല്ലോ. നിങ്ങൾ BJP-യെ വിമർശിക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഒരു പ്രത്യേക അളവുകോൽ അല്ലല്ല. BJP വിമർശിക്കുന്നത് അതുകൊണ്ടല്ല, അങ്ങനെയല്ല. 30% ഞാനൊരു മിനിറ്റ്, സി ആർ പറഞ്ഞ ഭാഗം ക്ലിയർ ആയിട്ട് ശ്രീ ശിവദാസൻ താങ്കൾക്ക് ഒരു ഒറ്റ മിനിറ്റ്. സി ആർ പറഞ്ഞ കാര്യം വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ശ്രീ ശിവദാസൻ താങ്കൾക്ക് ഒരു മിനിറ്റ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി. സി ആർ സമയം തീരെ കഴിഞ്ഞു, അതുകൊണ്ടാണ്. ശ്രീ ശിവദാസൻ ഒരു മിനിറ്റ് അല്ലേ? ഒന്ന് കോൺഗ്രസ് പ്രതിനിധി വളരെയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഹിമാചൽ പ്രദേശിൽ ഏക സിവിൽ കോഡിനെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് രേഖപ്പെടുത്തിയ വോട്ടിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പറയാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന് ഇവിടെ കോൺഗ്രസ് തുടരുന്ന ഈ ഹിന്ദുത്വ വർഗീയതയെ പിന്തുണച്ചുകൊണ്ട് ആ വെള്ളി ഇഷ്ടിക കൊടുത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം നിശബ്ദനായി നിൽക്കുകയാണ്. പിന്നെ കേസിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. CAA-ക്കെതിരായി സമരം ചെയ്തിട്ടുള്ള ആളുകൾക്കെതിരെ കേസെടുത്തിട്ട് അത് പിൻവലിച്ചിട്ടില്ല എന്ന്. അദ്ദേഹത്തോട് ആരാ ഇത് പറഞ്ഞത്? ഈ കേരളത്തിലെ സർക്കാരിന് കൊടുത്തിട്ടുള്ള എല്ലാ അപേക്ഷകളുടെ മുകളിൽ തീരുമാനമെടുത്തു, നിരാക്ഷേപ പത്രം കൊടുത്തു. ഇനി അങ്ങ് ഒരുപാട് സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അതൊന്നും പറയൂ. നിങ്ങളുടെ പേരിൽ, ഡോക്ടർ ജിൻഡോയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആ കേസ് പിൻവലിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയും. നമുക്ക് അന്വേഷിക്കാമല്ലോ. പിന്നെ കേസ് പിൻവലിക്കുന്നതിന് ചില പ്രൊസീജിയർ ഉണ്ട്, അതിന് അപേക്ഷ കൊടുക്കണം. അല്ലാതെ പിണറായി വിജയൻ വന്നിട്ട് മോനെ പാലുടിച്ചോ എന്നിട്ട് അപേക്ഷ കൊടുത്തോ എന്ന് പറഞ്ഞ് പറയാനൊന്നും പോകുന്നില്ല. നിങ്ങൾ അപേക്ഷ കൊടുക്കുക. അപേക്ഷ കൊടുത്തിട്ടുള്ള എല്ലാവരുടെയും കേസ് പിൻവലിക്കുന്നതിലേക്ക് പോവാണ്. പിന്നെ BJP-യുടെ പ്രതിനിധി സംസാരിച്ചതിന്റെ കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് ശ്യാമപ്രസാദ് മുഖർജി മുസ്ലിം ലീഗുമായി ചേർന്ന് മന്ത്രിസഭയിൽ പങ്കാളിയായതിനെ കുറിച്ച് സംസാരിക്കാതിരുന്നത് എന്നുള്ള പ്രസക്തമായിട്ടുള്ള ചോദ്യം അവിടെ കിടക്കുന്നുണ്ടല്ലോ. ഇത് കാണിക്കുന്നത് കോൺഗ്രസിന്റെയും BJP-യുടെയും സമീപനം തന്നെയാണ്. അതുകൊണ്ട് ശരി, ഏതായാലും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ ഇനി അങ്ങോട്ട് കൂടുതൽ രൂക്ഷമാകും. CAA എന്ന വിഷയം കേരളത്തിൽ ചർച്ചയാകുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കപ്പെടും എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. തെരഞ്ഞെടുപ്പ് മണിക്കൂറുകൾ ചൂടുപിടിക്കുന്ന ഈ സമയങ്ങളിൽ സ്വാഭാവികമായും രാഷ്ട്രീയ കക്ഷികൾ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടായിരിക്കും വോട്ടർമാരെ സമീപിക്കാൻ പോകുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി കൂരായണത്തിന്റെ സമയമാണ്. മറ്റൊരു വിഷയമായി എൻകൗണ്ടർ നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.